56 ശ്ലോകം. സർവകർമാണ്യപി സദാ കുർവാണോ മദ്വ്യപാശ്രയഃ മത്പ്രസാദാദവാപ്നോതി ശാശ്വതം പദമവ്യയം. ചേതസാ സർവകർമാണി മയി സന്യസ്യ മത്പരഃ ബുദ്ധിയോഗമുപാശ്രിത്യ മച്ഛിത്തഃ സതതം ഭവ. മച്ഛിത്തഃ സർവദുർഗാണി മത്പ്രസാദാത് തരിഷ്യസി അഥ ചേത്വമഹങ്കാരാത് ന ശ്രോഷ്യസി വിനക്ഷ്യസി. യദഹങ്കാരമാശ്രിത്യ ന യോത്സ്യൈതി മന്യസേ മിഥ്യേഷ വ്യവസായസ്തേ പ്രകൃതിസ്ത്വാം നിയോക്ഷ്യതി. സ്വഭാവജേന കൗന്തേയ നിബദ്ധസ്വേന കർമ്മണാ കർത്തും നേച്ഛസി യന്മോഹാത് കരിഷ്യസ്യ വശോപി തത്. ഈശ്വരഃ സർവഭൂതാനാം ഹൃദ്ദേശേർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ. തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത തത്പ്രസാദാത് പരാം ശാന്തിം സ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം. ഇതി തേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതരം മയാ വിമൃശ്യൈതദശേഷേണ യഥേച്ഛസി തഥാ കുരു. സർവകർമാണ്യപി സദാ കുർവാണോ മദ്വ്യപാശ്രയഃ മത്പ്രസാദാത് അവാപ്നോതി ശാശ്വതം പദമവ്യയം. ഇതിനു മുമ്പായിട്ട് ശങ്കരഭാഷ്യത്തിൽ 2 വരിയുണ്ട്. ആ വരി തൊട്ട് നമുക്ക് തുടങ്ങാം. സ്വകർമ്മണ ഭഗവതഃ അഭ്യർച്ചന ഭക്തിയോഗസ്യ സിദ്ധിപ്രാപ്തിഃ ഫലം ജ്ഞാനനിഷ്ഠാ യോഗ്യത. സ്വകർമ്മണ, സ്വകർമ്മം കൊണ്ട്, ഭഗവതഃ ഭഗവാന്റെ, അഭ്യർച്ചന ഭക്തിയോഗസ്യ സിദ്ധിപ്രാപ്തിഃ അഭ്യർച്ചന അർച്ചനാരൂപമായിട്ടുള്ള ഭക്തിയോഗസ്യ ഭക്തിയോഗത്തിൻ്റെ സിദ്ധിപ്രാപ്തി ഫലം, അതിൻ്റെ ഫലം എന്ന് പറയുന്നത് ഇതാണ്: ജ്ഞാനനിഷ്ഠാ യോഗ്യത. അപ്പോൾ സ്വകർമ്മം കൊണ്ട് ഭഗവാനെ അർച്ചിക്കുന്നതിലൂടെ കിട്ടുന്ന സിദ്ധിപ്രാപ്തി എന്ന് പറയുന്നതിൻ്റെ ഫലം, സിദ്ധിപ്രാപ്തി രൂപമായ ഫലം എന്ന് പറയുന്നത് ജ്ഞാനനിഷ്ഠാ യോഗ്യതയാണ്. അപ്പോൾ നമുക്ക് സംശയം ഉണ്ടാകും, ഈ ഭക്തി കൊണ്ട് എന്താ നേടുന്നത്? അതിന് ജ്ഞാനനിഷ്ഠാ യോഗ്യതയാണ് ഭക്തി കൊണ്ട് നേടുന്നത്. അതേമാതിരി കർമ്മയോഗം കൊണ്ട് നാം എന്താണ് നേടുന്നത്? അത് തന്നെയാണ് ജ്ഞാനനിഷ്ഠാ യോഗ്യത. ഇവിടെ എന്താണ് വ്യത്യാസം കർമ്മയോഗവും ഭക്തിയോഗവും? അവിടെ ഭക്തിയോഗം എന്ന് പറയുമ്പോൾ അർച്ചന എന്നുള്ളത് ആ ഒരു ഫാക്ടർ എടുത്തുകൊണ്ട് മാത്രമാണ് ഇതിനെ ഭക്തിയോഗം എന്ന് പറയുന്നത്. കാരണം അവിടെ ഒരു ലേശം വൈദിക കർമ്മത്തിൽ നിന്ന് ഉപാസനയിലേക്ക് കടക്കുന്ന ഒരു പ്രാധാന്യം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അല്ലാത്ത പക്ഷം രണ്ടും ഒന്ന് തന്നെയാണ്. ഭഗവാന്റെ ഉള്ള അർച്ചന ആ രീതിയിൽ തന്നെയാണ് ഈ സ്വകർമ്മ കൊണ്ടുള്ള അർച്ചനയായാലും ശരി, അഥവാ ഇനി ഈ പൂജാദികൾ നടത്തിയാലും ഉള്ളതൊക്കെ ആണെങ്കിൽ ഇതെല്ലാം നമുക്ക് ഒരേപോലെ കർമ്മത്തിൽപ്പെടുത്തി കഴിഞ്ഞാൽ കർമ്മയോഗം എന്ന് തന്നെ പറയാവുന്നതാണ്. ചുരുക്കത്തിൽ നമുക്ക് കർമ്മയോഗമെന്നും ഭക്തിയോഗമെന്നും പറയുന്നത് രണ്ടും ഒന്ന് തന്നെയാണ്. ഒരു പ്രായോഗിക തലത്തിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നതിനെ അടിസ്ഥാനപ്പെടുത്തി രണ്ടുപേരിൽ അറിയപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. യന്നിമിത്ത ജ്ഞാനനിഷ്ഠ മോക്ഷഫലാവസാന സ ഭഗവത് ഭക്തിയോഗ.
അപ്പോൾ ഭക്തിയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നിമിത്ത, യാതൊന്ന് നിമിത്തമായിക്കൊണ്ട് ജ്ഞാനനിഷ്ഠ മോക്ഷഫലാവസാന. അപ്പം മോക്ഷഫലാവസാന എന്ന വിശേഷണം കൊടുത്തിരിക്കുന്നത് ജ്ഞാനനിഷ്ഠയ്ക്കാണ്. അതുകൊണ്ട് മോക്ഷമാകുന്ന ഫലത്തിൽ അവസാനിക്കുന്നതാണ് ജ്ഞാനനിഷ്ഠ എന്ന് പറയുന്നത്. അപ്പം ജ്ഞാനനിഷ്ഠ രണ്ടെണ്ണം ഉണ്ട്. എന്താണ് ഈ ജ്ഞാനവും ജ്ഞാനനിഷ്ഠയും? ഇപ്പം ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിവുണ്ടായി, അതാണ് ഇവിടുത്തെ ജ്ഞാനം. എന്താണ് തിരിച്ചറിവും പുതുതായിട്ടുണ്ടാകുന്ന അറിവും തിരിച്ചറിവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, പുതുതായിട്ടുണ്ടാകുന്ന അറിവില്ലാതിരുന്ന് പെട്ടെന്ന് അറിവുണ്ടായി. അതേസമയം തിരിച്ചറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവുണ്ട്, പക്ഷേ അത് ശരിയായിട്ടുള്ള അറിവായിരുന്നില്ല, നമുക്കത് അറിവൊന്ന് ശരിയാക്കി കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ആത്മസംബന്ധമായ വിഷയത്തിൽ അറിവില്ല എന്നുള്ളതല്ല, അറിവുണ്ട്, പക്ഷേ അതൊന്ന് ശരിയായി കിട്ടണം. അതുകൊണ്ടാണ് നമുക്കവിടെ തിരിച്ചറിവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ തിരിച്ചറിവ് എന്ന് പറയുന്നതാണ് ലബ്ധദശമവത്ത് എന്നുള്ളതാണ്. നഷ്ടോ ദശമഹ എന്നുള്ളത് ആണ് നമുക്ക് ദുരവസ്ഥയ്ക്ക് കാരണമെന്നുണ്ടെങ്കിൽ ലബ്ധോ ദശമഹ ജ്ഞാനേന എന്നാണ്. നഷ്ടോ ദശമഹ അജ്ഞാനം കൊണ്ട്. അപ്പോൾ അറിവില്ലായ്മ കൊണ്ട് ഈ 10ാമൻ നഷ്ടമായി എന്നുള്ള സ്ഥാനത്ത് അറിവ് കൊണ്ട് 10ാമനെ ലഭിച്ചു. ഈ ഉപനിഷത്തിനകത്തുള്ള കഥയാണ്. 10 പേര് ഒന്നിച്ചു പോയി ഈ നദി കടക്കുമ്പോൾ കടന്ന് അക്കരെ എത്തിക്കഴിയുമ്പോൾ ഒരാൾ എണ്ണാൻ തുടങ്ങി. ഒരാൾ എണ്ണി 1 തൊട്ട് 9 വരെ എണ്ണിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അയ്യോ നമ്മൾ 10 പേരുണ്ടായിരുന്നല്ലോ, ഒരാൾ മിസ്സായി പോയല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ അയാളെ കൂട്ടാതെ ബാക്കിയുള്ളവരെ എണ്ണം പൂർത്തീകരിച്ചു. അപ്പോൾ അവിടെ 10ാമൻ നഷ്ടമായി എന്ന് പറഞ്ഞ് എല്ലാവരും വിലപിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ സന്ദർഭത്തിൽ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ശരി, ഓരോരുത്തരെ നിർത്തിയിട്ട് പറഞ്ഞു 1 2 3 4 5 ഇങ്ങനെ 10ാമനെ തൊട്ട് കാണിച്ചിട്ട് പറഞ്ഞു ത്വം ദശമഹ എന്ന്. ഇപ്രകാരം ത്വമാത്മാ എന്ന് എടുത്തു പറയുന്നു. അപ്പോൾ ഇതെവിടെയാണ് ഈ നഷ്ട അവിടെ ഇപ്പോൾ ഇവിടെ പ്രാപ്തഹയായിട്ട് മാറി. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ജ്ഞാനേന ലബ്ധ എന്ന് പറയുന്നത്. അപ്പോൾ ആ ജ്ഞാനപ്രാപ്തി കൊണ്ട് നമുക്കത് കിട്ടുന്നു. അതിനുശേഷം പിന്നെ അതിൻ്റെ നിഷ്ഠ എന്ന് പറയുന്നത് അത് സന്യാസത്തെയാണ് അവിടെ പരാമർശിച്ചിരിക്കുന്നത്. അതായത് പിന്നീട് വ്യാവഹാരികമായ കർമ്മതത്പരനാവാതിരിക്കുകയും ജ്ഞാനവിചാരത്തിൽ മാത്രം മുഴുകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു ലൈഫ് സ്റ്റൈൽ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ജ്ഞാനനിഷ്ഠ എന്ന് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കണം. ജ്ഞാനനിഷ്ഠ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സന്യാസത്തെ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതേസമയം കർമ്മനിഷ്ഠ എന്ന് പറയുമ്പോൾ ഗാർഹസ്ഥ്യവുമാണ് വരുന്നത്. ഗൃഹസ്ഥനാണ് കർമ്മത്തിലെ അധികാരി, അതുകൊണ്ട് ഗാർഹസ്ഥ്യത്തെയാണ് കർമ്മനിഷ്ഠ എന്നും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കല്യാണം കഴിക്കാണ്ട് കർമ്മത്തിൽ വ്യാപൃതനായി കഴിഞ്ഞാൽ എന്താണെന്നാണ്. അതൊക്കെ ഇങ്ങനത്തെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പം വന്നു ചേർന്നിട്ടുണ്ട്. അത് പിന്നത്തെ വിഷയം. മത്പ്രസാദാ സദാ എന്നിമിത്ത ജ്ഞാനനിഷ്ഠ മോക്ഷഫലാവസാന സ ഭഗവത് ഭക്തിയോഗ. അതിനെയാണ് ഭഗവത് ഭക്തിയോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഭഗവത് ഭക്തിയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനനിഷ്ഠയിൽ അവസാനിക്കുന്ന, നമ്മളെ ജ്ഞാനനിഷ്ഠയിലേക്ക് കൊണ്ട് എത്തിക്കുന്നത് എന്തോ അതാണ് ഭഗവത് ഭക്തിയോഗം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഭഗവത് ഭക്തിയോഗം എന്ന് പറയുന്നത് ഒരു മാർഗമാണ് എന്ന് സാരം. അത് ജ്ഞാനത്തിലേക്ക് എത്തിക്കണം എന്നുള്ളത്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഭഗവത് ജ്ഞാനം, അതാണ് ജ്ഞാനം, അല്ലാതെ വേറൊരു ജ്ഞാനമില്ല. ജ്ഞാനത്തിനകത്തൊരു രസമില്ലായ്മയും ഭക്തിയിലൊരു രസം കാണുകയും ചെയ്യുന്നതൊക്കെ അത് അറിവില്ലായ്മ കൊണ്ട് മാത്രമുള്ളതാണ്. അത് കാരണം അവിടെ വിവേകം കൊണ്ടുവന്നിട്ട് നമ്മൾ ആ അറിവൊന്ന് പുഷ്ടിപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ അതിനെ ശോധന ചെയ്യുക എന്ന് പറയും. ജ്ഞാനശോധന എന്ന് പറയുന്നത് ഇതാണ്. ജ്ഞാനത്തെ ശുദ്ധീകരിക്കൽ. ഇത് ജ്ഞാനം ശുദ്ധമാണ്, അതിനെ ശുദ്ധീകരിക്കേണ്ട കാര്യമില്ല. നമ്മുടെ വിചാരങ്ങളെ ശുദ്ധീകരിക്കലാണ്. അപ്പം നമ്മുടെ വിചാരത്തിൻ്റെ ഗതി തിരിച്ചുവിടുന്നു, മാറി ചിന്തിക്കുന്നു. അധുന സ്തൂയതേ ശാസ്ത്രാർത്ഥോപസംഹാര പ്രകരണേ. അപ്പോൾ ഇനിയിപ്പം നമ്മൾ ശാസ്ത്രത്തിൻ്റെ ഉപസംഹാരമാണ് വരാൻ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രം ഉപദേശം അവസാനിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട്. അതാണ് ശാസ്ത്രസ്യ അർത്ഥഃ ശാസ്ത്രാർത്ഥഃ. ശാസ്ത്രാർത്ഥ ഉപസംഹാര, ശാസ്ത്രാർത്ഥസ്യ
ഉപസംഹാരം, ശാസ്ത്രാർത്ഥത്തിൻ്റെ ഉപസംഹാരം. ശാസ്ത്രാർത്ഥോപസംഹാര പ്രകരണേ, ശാസ്ത്രാർത്ഥ ഉപസംഹാരായ. ഇനിയിപ്പോഴാണ് അതിനാ പ്രവൃത്തി. അപ്പോൾ ശാസ്ത്രത്തിൻ്റെ ഈ ഉപസംഹാരത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഇനിയിപ്പോൾ ഇവിടെ ഉപദേശം എന്ന്. അതുകൊണ്ടാണ് ഇവിടെ ആ ഭാഗത്തിനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രകരണ. ആ ഭാഗമാണ് ഇവിടുത്തെ ഇനി പ്രതിപാദിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എടുക്കണം, സംഹാരരൂപ പ്രകരണ എന്ന്. ഉപസംഹാരരൂപ പ്രകരണ. തസ്മിൻ പ്രകരണേ, ആ പ്രകരണത്തിൽ, അതാണ് ശാസ്ത്രാർത്ഥോപസംഹാര പ്രകരണേ ശാസ്ത്രാർത്ഥ നിശ്ചയദാർഢ്യായ. ശാസ്ത്രസ്യ അർത്ഥഃ ശാസ്ത്രാർത്ഥഃ. ശാസ്ത്രാർത്ഥസ്യ നിശ്ചയ ദാർഢ്യായ. ദൃഢഭാവഃ ദാർഢ്യഃ. ദൃഢസ്യ ഭാവഃ ദാർഢ്യഃ. ദൃഢഭാവാർത്ഥം ശാസ്ത്രജനിത ജ്ഞാനസ്യ ബലായ. ബലം, അതിനുള്ള ഒരു ദൃഢത അല്ലെങ്കിൽ ബലം കിട്ടാൻ വേണ്ടിയിട്ട്. അതാണ് ഇനിയിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ ശാസ്ത്രവിചാരത്താൽ ഏതൊരർത്ഥത്തെയാണോ അവിടെ നമുക്ക് നിശ്ചയിക്കപ്പെട്ടത് ആ അർത്ഥത്തെ ദൃഢപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ അവസാനത്തെ പ്രകരണം എന്ന്. അപ്പോൾ ഇതുവരെയുള്ള ഉപദേശം കൊണ്ട് എന്താണോ അർത്ഥമുണ്ടായത് ആ അർത്ഥത്തെ ബലപ്പെടുത്തുന്നു. സർവകർമാണ്യപി സദാ കുർവാണോ മദ്വ്യപാശ്രയഃ മത്പ്രസാദാദവാപ്നോതി ശാശ്വതം പദമവ്യയം. ശാശ്വതം അവ്യയം പദം, ശാശ്വതമായ അവ്യയമായ പദം. വൈഷ്ണവം പദം എന്ന്. നിത്യം വൈഷ്ണവം പദം. വിഷ്ണുവിൻ്റെതായിട്ടുള്ള പദം വൈഷ്ണവം പദം. അതാണ് വിഷ്ണു. ആ വൈഷ്ണവം പദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും വിഷ്ണുപ്രാപ്തി എന്ന് പറയുന്നത്, വൈകുണ്ഠപ്രാപ്തി എന്ന് പറയുന്നത് വിഷ്ണുപ്രാപ്തി എന്നൊക്കെ പറയുന്നത്. അതപ്പം ഈ ഭക്തിയെ ആധാരമാക്കിക്കൊണ്ടൊരു ഭക്തി ശാസ്ത്രം തന്നെ രൂപപ്പെട്ടു. അതിലാണെന്നെങ്കിൽ നമുക്ക് സാമീപ്യം, സാലോക്യം, സാമീപ്യം, സാരൂപ്യം, സായുജ്യം, ഇങ്ങനെ ഈ നാലും കൂടെ വരും. ആ നാലും കൂടെ ചേർന്നിട്ടുള്ള ഒറ്റ പ്രയോഗമാണ് ഇവിടുത്തെ വൈഷ്ണവം പദം എന്ന് പറയുന്നത്. നിത്യം വൈഷ്ണവം പദം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ശാശ്വതം. ശാശ്വതം എന്ന് പറയുന്നതിൻ്റെ അർത്ഥമാണ് നിത്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. ശാശ്വതം അതായത് ഒരിക്കലും അതിനകത്തുനിന്ന് നഷ്ടപ്പെടുക, അച്യുതി ഇല്ലാത്തതാണ് എന്നുള്ളത്. അച്യുതി ഇല്ലാത്തത് കൊണ്ടാണ് അച്യുതൻ എന്നുള്ള പേര് വന്നത്. അച്യുതി സ്വസ്ഥാനത്തിൽ നിന്ന് സ്വസ്ഥാനാത് നച്യവ്യത്തെ ഇതി അച്യുതഃ. സ്വസ്ഥാനത്ത് നിന്നും ഒരിക്കലും ഭ്രംശിക്കാത്തവൻ, മാറാത്തവൻ എന്നുള്ളത്. അതുകൊണ്ടാണ് അച്യുതൻ എന്നുള്ള പേര്. അതുകൊണ്ട് ഈ അച്യുത പ്രാപ്തിയാൽ അച്യുതന് ഈ വിഷ്ണു പ്രാപ്തിയാൽ അത് ച്യുതിയില്ലാത്തതായ, അവിടെ നിന്ന് ഒരിക്കലും മാറേണ്ടതില്ലാത്തതായ വൈഷ്ണവം പദം നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമാധാനം, സ്വസ്ഥത, ശാന്തി ഇല്ലാത്തപ്പോൾ വരുമ്പോഴാണല്ലോ നമുക്ക് മാറേണ്ടി വരുന്നത്. അവിടെ നമുക്ക് തൃപ്തിപ്പെട്ടില്ല. അപ്പം നമുക്ക് തൃപ്തിയില്ലായ്മ എന്ന് പറയുന്നത് എപ്പോൾ എവിടെ വരുന്നോ അപ്പോൾ അവിടെ നമ്മൾ വിട്ടുമാറും. അതായത് നമുക്കൊരു സ്ഥിരമായിട്ട് കാണുന്ന എല്ലാ ലൗകിക വ്യവഹാരങ്ങളുടെയും ഒരു ആകത്തുകയെന്ന് പറയുന്നത് അതല്ലെങ്കിൽ നിയമപരമായിട്ട് എന്തെങ്കിലും ബന്ധിപ്പിക്കപ്പെട്ടിരിക്കണം. നിയമപരമായ ബന്ധനം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തൃപ്തി ഇല്ല എങ്കിൽ വിട്ടുപോകുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതായത് ബന്ധനം ഏതെങ്കിലും വിധത്തിൽ. അപ്പം ചിലപ്പോൾ സാമ്പത്തികമായ ബന്ധനം, അതൊരു ബന്ധനമാണ്. സാമ്പത്തികമായിട്ടോ നിയമപരമായിട്ടോ സാമൂഹികപരമായിട്ടോ അല്ലെങ്കിൽ സൗഹാർദ്ദപരമായിട്ടുള്ള ബന്ധനം, അങ്ങനെയുണ്ട്. നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. കാരണം എന്നും കണ്ടു കഴിയുമ്പോൾ ഹായ് പറയുന്നതാണല്ലോ. ഇങ്ങനെ ഇതൊക്കെ ഉള്ള ആണ്. ഇതാണ് നമുക്കൊരു ബന്ധനം എന്ന് പറയുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുരിതത്തിലും ബന്ധനം ആയതുകൊണ്ട് ദുരിതത്തിലൂടെ കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. അവിടെ നമുക്കൊരു സ്വാതന്ത്ര്യം കിട്ടിയാൽ ഇഷ്ടമുള്ള പോലെ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിട്ടുപോകുന്നുണ്ടെങ്കിൽ നമുക്കുള്ളത് അതൃപ്തിയാണ്. അപ്പം ചുരുക്കത്തിൽ ഒരാൾ ആ സ്ഥാനം വിട്ടുപോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൃപ്തിയാണ് എന്നുള്ളതാണ് പൊതുവെ നമ്മൾ പറയുന്നത്. ഇനി
തൃപ്തി ഇല്ല എങ്കിലും വിട്ടുപോകാം. പക്ഷെ അവിടെ അങ്ങേയറ്റം തൃപ്തമായിട്ടിരിക്കുന്ന ഒരിടമാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും തൃപ്തി മറ്റൊരിടം എന്ന് പറയുന്നത് ഇല്ല എങ്കിൽ അവിടെ പിന്നെ വിട്ടുപോവുക എന്ന് പറയുന്നത് അസാധ്യമായിട്ട് വരും. അപ്പോൾ ഇതാണ് വൈഷ്ണവപദത്തിൻ്റെ പ്രത്യേകത. വൈഷ്ണവപദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യധികം നമുക്ക് തൃപ്തി നൽകുന്നതാണ്. അതിനുപരിയായിട്ട് തൃപ്തി നൽകുന്നതായിട്ട് മറ്റൊന്നില്ലാത്തതിനാൽ അത് വിട്ടിട്ട് പോകാൻ നമുക്ക് സാധ്യമല്ല എന്നുള്ളത്. അതുകൊണ്ടാണ് ഒരിക്കലും മനസ്സിന് ഈ വൈഷ്ണവപദത്തിലെത്തിയതിനു ശേഷം ഭ്രംശമുണ്ടാവത്തില്ല എന്ന്. അപ്പം പറയുന്നത് അതുതന്നെ മനഃശുദ്ധി എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഭ്രംശം വരുന്നതിനെയാണ് ശുദ്ധിയില്ലായ്മ എന്ന് പറയുന്നത്. ഭ്രംശം വരുന്നില്ല എങ്കിൽ അതിനെ ശുദ്ധം എന്ന് പറയും. അപ്പം അതിനു വേണ്ടിയിട്ട് എന്താണെന്നാ മത്പ്രസാദാദവാപ്നോതി. അപ്പം ഭഗവാൻ പറയാണ് അതെങ്ങനെ പ്രാപിക്കാൻ പറ്റുന്നു? മത് പ്രസാദാത്, എൻ്റെ അനുഗ്രഹത്തിനാൽ. അപ്പോൾ ഇവിടെയാണ് നമുക്ക് നമ്മുടെ പരിമിതി അല്ലെങ്കിൽ നമ്മുടെ പരിധി എന്ന് പറയുന്നത് ഇവിടെയാണ്. നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അത് ഭഗവാൻ ഇങ്ങോട്ട് നമ്മളെ അനുഗ്രഹിക്കണം, ആ വൈഷ്ണവ പദം നൽകിക്കൊണ്ട്. അതുകൊണ്ടാണ് മത് പ്രസാദാത്. ഇത് പ്രകരണത്തിൻ്റെ അവസാനമാണ്, ഇത് ആദ്യം പറയുന്നതല്ല. ആദ്യം പറഞ്ഞത് എന്താ? ഭഗവാനെ ആശ്രയിക്കൂ, ഭഗവാന്റെ പ്രസാദത്താൽ നമുക്ക് കാര്യങ്ങൾ ശരിയാവും. അതിനുശേഷം പിന്നെ ഉപദേശമായിരുന്നു. ഉപദേശിച്ച് ഭഗവാൻ ഇവിടം വരെ എത്തിയതിനു ശേഷം അവസാനവും പറയുന്നത് ഏതാ? എന്താണോ ആദ്യകാലത്ത് നമുക്ക് കേട്ടുകൊണ്ടിരുന്നത് അത് തന്നെയാണ്. മത് പ്രസാദാത് ശാശ്വതം പദം അവാപ്നോതി. എൻ്റെ പ്രസാദം കൊണ്ട് മതനുഗ്രഹായ എന്നൊക്കെയുള്ള പ്രയോഗമുണ്ടല്ലോ. അപ്പോൾ അതാണ് എൻ്റെ അനുഗ്രഹം കൊണ്ട്, എൻ്റെ പ്രസാദം കൊണ്ട് ശാശ്വതമായ പദത്തെ പ്രാപിക്കുന്നു. അപ്പം അതിനു വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്നാണ്. അതാണ് സർവകർമാണ്യപി സദാ കുർവാണോ മദ്വ്യപാശ്രയഃ മയ്യർപ്പിത മനഃ എന്നർത്ഥം. മയി വ്യപാശ്രയഃ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മയ്യർപ്പിത സർവാത്മഭാവഃ എന്ന്, എന്നിൽ അർപ്പിക്കപ്പെട്ട സർവാത്മഭാവത്തോടു കൂടിയിട്ട്. അതായത് മയി വ്യപാശ്രയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട്. അപ്പോൾ ഈ ആശ്രയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവാത്മന ആത്മസമർപ്പണം എന്നൊക്കെ പറയുന്നതാണല്ലോ. അതുകൊണ്ടാണ് മയ്യർപ്പിത സർവാത്മഭാവ എന്ന് പറയുന്നത്, ഭഗവാനിൽ അർപ്പിക്കപ്പെട്ട സർവാത്മഭാവത്തോടു കൂടിയിട്ടുള്ളത്. അപ്പോൾ അതാണ് സർവകർമാണ്യപി സദാ കുർവാണഃ. അപ്പോൾ എല്ലാ കർമ്മങ്ങളും എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും എന്താണ്ടിരിക്കണം? മദ്വ്യപാശ്രയ, എന്നിൽ അർപ്പിക്കപ്പെട്ട മനസ്സോടുകൂടി ഇരിക്കുന്നവനാണെന്നുണ്ടെങ്കിൽ. മുമ്പ് ചോദിച്ചല്ലോ, മുമ്പ് ചോദ്യം, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പ്രശ്നം ഉണ്ടാകുമോ? സന്യാസം എന്ന് പറയുന്നത് പറ്റത്തില്ല, അതിന് പകരം ഞാനിങ്ങനെ കർമ്മത്തിൽ ഏർപ്പെടുന്നു. പക്ഷെ ഗൃഹസ്ഥനെന്നും പറയാൻ പറ്റത്തില്ല എന്നുള്ളൊരു സ്ഥിതിയാണെങ്കിലോ? അപ്പം ഗൃഹസ്ഥനാണെങ്കിലും ഗൃഹസ്ഥനല്ലെങ്കിലും കർമ്മങ്ങളെ മൊത്തത്തിൽ ഇവിടെ എടുത്തിരിക്കുകയാണ്. അപ്പം ഗൃഹസ്ഥനായി അല്ല എന്നുള്ളത് കൊണ്ട് കർമ്മം അല്ലാതാകുന്നില്ല. അപ്പോൾ അവിടെ നമുക്ക് വ്യാവഹാരിക കർമ്മത്തിൽ പ്രാധാന്യം കൊടുത്താൽ മതി, വൈദിക കർമ്മത്തിന് പ്രാധാന്യം ഇവിടെ ഇല്ല. വൈദിക കർമ്മത്തിനാണെന്നുണ്ടെങ്കിൽ ചില കർമ്മങ്ങൾക്ക് ബ്രഹ്മചാരിയായിരിക്കും യോഗ്യനെന്ന് പറയുന്നത്. അപ്പോൾ ചില കർമ്മങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ അത് ഉപാസനയൊക്കെ രൂപത്തിലുള്ള കർമ്മങ്ങൾ അതെല്ലാം കർമ്മത്തിൽപ്പെടുത്താമെങ്കിൽ അതൊക്കെ എന്ന് പറയുന്നത് യോഗ്യത എന്ന് പറയുന്നത് വാനപ്രസ്ഥനായിട്ടിരിക്കുമ്പോഴാണ്. ഇങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ ഉണ്ട്. ഗൃഹസ്ഥനെ കൃത്യമായിട്ട് പറയാനാണെങ്കിൽ കുറച്ച് കർമ്മങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ കർമ്മങ്ങൾ പത്നി സമേതം ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ലാത്ത പക്ഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വ്യവഹാരത്തിലുള്ള മറ്റ് കർമ്മങ്ങൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഓരോരുത്തരും അവരവരുടെ ഗോരക്ഷ വാണിജ്യം എന്ന് പറയുമ്പം അതിനകത്താണെന്നുണ്ടെങ്കിൽ ഇപ്പം വിവാഹം കഴിച്ചാലേ ഗോരക്ഷയും വാണിജ്യവും ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറയും വാശി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവിടെ എല്ലാവർക്കും ചെയ്യാം, ഏത് സമയത്തും ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്കൊരു സങ്കരത്വം എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാകും, കാരണം അവിടെ ഒരു നിയമമില്ലാത്തതുപോലെ. അപ്പോൾ അതുകൊണ്ടാണ് ആ കാര്യത്തിൽ വിഷമിക്കേണ്ടതില്ല. ഈ ഒരു പ്രയോഗം എടുത്താൽ മതി. സർവകർമാണ്യപി, എല്ലാ കർമ്മങ്ങളും ആര് ചെയ്താലും, ഇപ്പം ഗൃഹസ്ഥൻ പറഞ്ഞിട്ട് വാശി പിടിക്കേണ്ടെന്ന് സാരം. സർവകർമാണി അപി സദാ കുർവാണഃ മദ്വ്യപാശ്രയഃ, ഭഗവാനിൽ അർപ്പിക്കപ്പെട്ട മനസ്സോടു കൂടിയിട്ട് എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നവൻ. അതെന്ന് പറഞ്ഞാൽ ഭക്തനായി. ചുരുക്കത്തിൽ ഭക്തനാവുക എന്നുള്ളതാണ് മുഖ്യമായിട്ടുള്ളത്. അല്ലാതെ ഗൃഹസ്ഥനാകുക അല്ലെങ്കിൽ ഗാർഹസ്ഥ്യം വെടിഞ്ഞിട്ട് സന്യാസത്തിലേക്ക് പോവുക അങ്ങനെയുള്ളതൊന്നല്ല.
പിന്നെന്താ വേണ്ടത്? ഭഗവാനെ അർപ്പിക്കപ്പെട്ട മനസ്സോടുകൂടി പോവുക. എന്നിട്ട് പിന്നെ അവനവൻ്റെ പ്രകൃതി നിശ്ചയിക്കപ്പെട്ട വിധത്തിലുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുകളില്ലാതെ സുഖകരമായിട്ട് പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളത്. ഇനി ഓരോരോ കാലഘട്ടത്തിൽ ഓരോരോന്നിന് പ്രാധാന്യം കിട്ടും. ഇപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ സന്യാസത്തിനേക്കാളും പ്രാധാന്യം ഗാർഹസ്ഥ്യത്തിനാണ്. ഗാർഹസ്ഥ്യം എന്ന് പറഞ്ഞാൽ കർമ്മത്തിൻ്റെ മണ്ഡലത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം നമുക്ക് ചുറ്റുപാടുള്ളവർ മുഴുവനും കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെറിയ ഒരു കൂട്ടം ആൾക്കാർ മാത്രം സന്യാസത്തിലേക്ക് പോയി കഴിയുമ്പോൾ ആ സന്യാസത്തെ അംഗീകരിക്കാൻ തയ്യാറല്ലാത്തതായ ഒരു സമൂഹം ആയിട്ട് പൊതുസമൂഹം മാറുമ്പോൾ സന്യാസം ദുഷ്കരമായിട്ട് മാറും എന്നുള്ളത്. സന്യാസത്തെ അംഗീകരിക്കുന്ന, സന്യാസത്തെ ആവശ്യപ്പെടുന്ന ഒരു സമൂഹമാണെന്നുണ്ടെങ്കിൽ അവിടെ സന്യാസം മഹത്വം കൊണ്ടാക്കി കൊടുക്കുന്നു. സന്യാസത്തെ നിഷേധിക്കുന്ന, നിന്ദിക്കുന്ന ഒരു സമൂഹമാണെന്നുണ്ടെങ്കിൽ അവിടെ സന്യാസം എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് ഒരു പക്ഷേ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ടു പോകുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പ്രയാസം ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിനൊക്കെയാണ് ഓരോ കാലവും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ആ കാലവും ദേശവും ഒക്കെ നോക്കിയിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. കാരണം ഇതൊക്കെ വ്യവഹാരത്തിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ളതാണ് സന്യാസം എന്ന് പറയുന്നത്. സന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആധ്യാത്മികതയാണെന്ന് പറഞ്ഞെടുക്കരുത്. സന്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആധ്യാത്മികതയാണെന്ന് മാത്രമേ ഉള്ളൂ. സന്യാസം എന്ന് പറയുന്ന ഒരു വ്യാവഹാരിക കർമ്മമാണ്. അപ്പോൾ അത് ആ വ്യാവഹാരത്തിൻ്റെ ഭാഗവുമാണ്, അത് സംസാരത്തിൻ്റെ ഭാഗവുമാണ്. അത് നമുക്ക് ചുരുക്കത്തിൽ പറയാം, സന്യാസം എന്ന് പറയുന്നതും സംസാരത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെ സംസാരത്തിൻ്റെ ഭാഗം വന്നു കഴിയുമ്പോൾ സംസാരത്തിൻ്റെതായിട്ടുള്ള ഗുണങ്ങളും കയറി വരാം, ദോഷങ്ങളും കയറി വരാം, അതൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഭഗവാൻ അതിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. ഭഗവാൻ പറയുന്നത് മയ്യർപ്പിത മനഹ എന്ന്, എന്നിൽ അർപ്പിക്കപ്പെട്ട മനസ്സ്. ആ അർത്ഥമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മദ്യപാശ്രയ എന്ന്, എന്നിൽ എന്നെ ആശ്രയിച്ചുകൊണ്ട്. അങ്ങനെയുള്ളവരുടെ മത്പ്രസാദാദവാപ്നോതി ശാശ്വതം പദമവ്യയം. അങ്ങനെയുള്ളവർ എൻ്റെ അനുഗ്രഹത്താൽ, ഇപ്പോൾ എന്നെ ആശ്രയിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കുന്നു. മത്പ്രസാദ, അവരോടത്തേക്ക് പ്രസാദം ഉണ്ടാകുന്നു, എൻ്റെ അനുഗ്രഹം ഉണ്ടാകും. ഇതാണ് ഉദ്ദേശിക്കുന്നത്. എൻ്റെ തൃപ്തി, ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് എൻ്റെ തൃപ്തി, എനിക്ക് അവരുടെ മേലിൽ തൃപ്തി ഉണ്ടാകുന്നു, സന്തോഷം ഉണ്ടാകും. അതിനാൽ അവർ ശാശ്വതം വൈഷ്ണവം പദം, എൻ്റെ പദമാണ് ശാശ്വതം വൈഷ്ണവം പദം, അത് ഞാൻ അവർക്ക് നൽകുന്നു. ചേതസാ സർവകർമാണി മയി സന്യസ്യ മത്പരഃ ബുദ്ധിയോഗം ഉപാശ്രിത്യ മച്ചിത്ത സതതം ഭവ. അപ്പം ഇവിടെ എന്താ? ചേതസാ സർവകർമാണി മയി സന്യസ്യ. അപ്പോൾ സന്യാസത്തിൻ്റെ ഒരു അർത്ഥം ഇങ്ങനെയാണ് ഭഗവാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ സന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യവഹാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള വ്യാവഹാരിക സന്യാസം എന്ന് പറയുന്നത്, അതാണ് നമ്മൾ സാധാരണ കണ്ടുവരുന്ന സന്യാസം. ആ സന്യാസത്തിനല്ല ഭഗവാൻ ഇവിടെ ഊന്നൽ കൊടുത്തിരിക്കുന്നത്. ചേതസ് എന്ന് പറഞ്ഞാൽ ഇവിടെ മനസ്സാണ്. മനസ്സുകൊണ്ട് അല്ല, അത് എങ്ങനത്തെ മനസ്സാണ്? അത് ജ്ഞാനം. ചേതസാൻ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ജ്ഞാനം, അത് അറിവോട് കൂടിയിട്ട്. അതുകൊണ്ട് ഭാഷ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ചേതസ വിവേകബുദ്ധ്യ, വിവേകം കൊണ്ട്. ചേതസ സർവകർമാണി മയി സന്യസ്യ, സർവകർമ്മങ്ങളും എന്നിൽ സമർപ്പിച്ചിട്ട്. സർവകർമാണി മയി സന്യസം, വിവേകം കൊണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഭഗവാന്റെ സ്ഥാനത്ത് സങ്കല്പം കൊണ്ടെന്ന് പറയാമായിരുന്നു. സങ്കല്പേന സർവകർമാണി മയി സന്യസ്യ, അങ്ങനെ സങ്കല്പമല്ല വിവേകം എന്ന് പറയുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കല്പത്തിനകത്ത് ജ്ഞാനം വേണമെന്നൊന്നുമില്ല. നമുക്ക് സങ്കല്പിക്കാം, ഞാനൊരു രാജാവായിട്ട് ഞാൻ എന്നെ തന്നെ സങ്കല്പിച്ചു, ഇങ്ങനെ ഒരു സങ്കല്പം ഉണ്ടല്ലോ. അത് സങ്കല്പമല്ലല്ലോ, അതാണല്ലോ സങ്കല്പം. അവിടെ വിവേകജ്ഞാനം ഇല്ലല്ലോ. അപ്പം വിവേകജ്ഞാനം എന്ന് പറയുന്നതാണ് ഇവിടെ ശരിക്കും ഭഗവാന്റെ സ്വരൂപത്തെ അറിയുന്നു, അതുപോലെ ആത്മസ്വരൂപത്തെ അറിയുന്നു, പിന്നെ പ്രകൃതിയെ അറിയുന്നു, ഇന്ദ്രിയങ്ങളെ തുടങ്ങിയവയും ഈ ആത്മാവും തമ്മിലുള്ള ബന്ധത്തെ അറിയുന്നു, ഇന്ദ്രിയങ്ങളും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെ അറിയുന്നു. കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അകർമ്മം വികർമ്മം എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. കർമ്മം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് അറിയുന്നു. ഇപ്പോൾ ഇങ്ങനെയുള്ള ഈ അറിവുകളെല്ലാം കൂടെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ബുദ്ധി, ആ ബുദ്ധി എന്തെങ്കിലും ഒന്ന് ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ ചിന്തിക്കൽ എന്നവിടെ പറഞ്ഞിരിക്കുന്നത് ജ്ഞാനത്തോടു കൂടിയിട്ടുള്ള വിചാരമാണ്. എന്താണ്? ജ്ഞാനത്തോടു കൂടിയിട്ടുള്ള വിചാരമാണ്. ജ്ഞാനത്തിന് വേണ്ടിയുള്ള വിചാരം വേറെ, ജ്ഞാനത്തോടു കൂടിയുള്ള വിചാരം വേറെ. അപ്പം ജ്ഞാനത്തോടു കൂടി എന്ന് പറയുമ്പോൾ ജ്ഞാനപ്രകാശമാണത്.
അപ്പോൾ ജ്ഞാനപ്രകാശത്തോടു കൂടിയിട്ടുള്ള ആ ഒരു ചേതസ്, അതുകൊണ്ടാണ് അവിടുത്തെ ചേതസ് എന്നുള്ള പ്രയോഗം നടത്തിയിരിക്കുന്നത്. അതാണ് വിവേകബുദ്ധി. ജനറലായിട്ട് പറഞ്ഞാൽ വിവേകബുദ്ധി. അപ്പം ഏതാണ് വിവേകം? ആത്മാനാത്മവിവേകം. ഇതാണ് വിവേകം. അപ്പം വിവേകബുദ്ധ്യ സർവകർമാണി ദൃഷ്ടാർത്ഥാനി സർവകർമാണി മയി സന്യസ്യ, സർവകർമ്മങ്ങളും എന്നിൽ സന്യസിച്ചിട്ട്. അപ്പോൾ നമ്മളവിടെ എന്താണ് പശ്യൻ ശൃണ്വൻ സ്പൃശൻ ജിഘ്രൻ ഉന്മിഷൻ നിമിഷൻ നബി എന്ന് പറഞ്ഞിട്ടുള്ള ആ ശ്ലോകങ്ങളൊക്കെ ഉണ്ടല്ലോ. അവിടെ നാഹം കിഞ്ചിത് കരോമീതി മന്യേത തത്വവിത്ത്, ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന് തത്വവിത്ത് മന്യേത അറിയുന്നു, ചിന്തിക്കുന്നു എന്നത്. അപ്പം അവിടെ ഞാനൊന്നും ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ ഇരിക്കുക എന്ന് പറയുമ്പോൾ അവിടെയാണ് സന്യാസം എന്ന് പറയുന്നത്. അത് മൈ സന്യസ്യ എന്ന് പറയുമ്പോൾ പിന്നെ ഇവിടെ ഇപ്പോൾ ആരാണ് ചെയ്യുന്നത്? ഞാൻ ചെയ്യുന്നില്ല എങ്കിൽ നാഹം കർത്ത ഭഗവാനേവ കർത്ത എന്നുള്ളത്. അപ്പോൾ അല്ലാതെ മറ്റൊന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ ചെയ്യുന്നില്ല, പിന്നെ ഭഗവാൻ ചെയ്യുന്നു. അങ്ങനെ ഭഗവാൻ ചെയ്യുന്നു എന്ന് പറയുമ്പോഴാണ് ഭഗവാനിൽ എൻ്റെ കർമ്മങ്ങൾ ഭഗവാനിലേക്ക് ആരോപിക്കുന്നതും അതേസമയം ഭഗവാനാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറയുന്നതും രണ്ടാണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് ഇത് ഭഗവാനെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്ന് പറയുന്നത് പോലത്തെ അവിടെ ഒരു എന്താണ് ഒരു സങ്കല്പമല്ല ഇത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭഗവാൻ ആണ് എന്നുള്ളത്, എല്ലാം ഭഗവാനാണെന്നുള്ള തിരിച്ചറിവിൽ ഈ വ്യക്തി ജീവിക്കുന്നു. അതാണ് മൈ സന്യസ്യ എന്നത്. അത് എങ്ങനെയാണ്? മത്പരഹ അഹമേവ പരഹ യസ്യ അഹമേവ പരഹ യസ്യ സഹ മത്പരഹ എന്ന്. അപ്പം ഞാൻ തന്നെയാണ് പരം എന്നുള്ളത് യാതൊരുവനാണോ ഉള്ളത് അവനെയാണ് മത്പരഹ എന്ന് പറഞ്ഞത്. മത്പരഹ സന് മൈ സർവാണി കർമാണി സന്യസ്യ, എന്നിൽ സർവകർമ്മങ്ങളും സന്യസിച്ചിട്ട് ബുദ്ധിയോഗം ഉപാശ്രിത്യ. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ബുദ്ധിയോഗത്തെ ഉപാശ്രിത്യ ആശ്രയിച്ചിട്ട്. ബുദ്ധിയോഗ എന്താണ്? നമുക്ക് ഭാഷ്യത്തിൽ ബുദ്ധിയോഗത്തെ കുറിച്ച് പറയുന്നത് സമാഹിത ബുദ്ധിത്വം. ബുദ്ധിയോഗ ഇത്രയേ ഉള്ളൂ. സമാഹിത ബുദ്ധിത്വം. സമാഹിത ബുദ്ധി എന്ന് പറഞ്ഞാൽ സമത്വ ബുദ്ധി എന്നാണ്. സമത്വം യോഗ ഉച്യത്തെ, അത് നമ്മൾ ഓർക്കണം. സമത്വം യോഗ ഉച്യത്തെ. അപ്പോൾ ആ സമത്വം എന്ന് പറഞ്ഞിരിക്കുന്നത് നേടിയ ബുദ്ധിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബുദ്ധിയോഗം ഉപാശ്രിത്യ എന്ന്. അപ്പോൾ സമത്വം യോഗ ഉച്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ സമത്വമാണ് യോഗം എന്ന് അവിടെ മനസ്സിലാക്കി. അതിനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബുദ്ധിയോഗം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കർമ്മയോഗത്തിന് പറയാം ബുദ്ധിയോഗം എന്ന് പറയാം. ഇതല്ല കർമ്മയോഗം വേറെ, ബുദ്ധിയോഗം ഇത് ഇതുവരെ പറയാത്ത ഒന്നാണല്ലോ ബുദ്ധിയോഗം. കർമ്മയോഗം, ബുദ്ധിയോഗം, ഭക്തിയോഗം. ഇതിനകത്ത് ഭക്തിയോഗവും ഇല്ല, കർമ്മയോഗവും ഒക്കെ ജ്ഞാനയോഗവും ഒക്കെ പറഞ്ഞു. ബുദ്ധിയോഗം ആദ്യമായിട്ട് കേൾക്കുകയാണല്ലോ. അതുകൊണ്ടാണ് ഇവിടെ ഈ ബുദ്ധിയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധി ജ്ഞാനമായതുകൊണ്ട് ഇത് ജ്ഞാനയോഗം ഉപാശ്രിത്യ അങ്ങനെ എടുത്തൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതല്ല ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഇവിടെ നമുക്കിപ്പം വേണ്ടതെന്ന് പറയുന്നത് ബുദ്ധിയോഗം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് സമാഹിത ബുദ്ധിത്വം ബുദ്ധിയോഗ. അപ്പോൾ സമാഹിത ബുദ്ധിത്വം എന്ന് പറഞ്ഞാൽ സമത്വ ബുദ്ധി. ഇത്രയുള്ള സമത്വ ബുദ്ധിയെ ആശ്രയിച്ചിട്ട്. കാരണം ഇവിടെ എല്ലാ കർമ്മങ്ങളും ഭഗവാൻ സമർപ്പിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ടാണ് ബുദ്ധിയോഗം ഉപാശ്രിത്യ മച്ചിത്തഃ സതതം ഭവ. മച്ചിത്തഃ മയി ചിത്തഃ യസ്യ സഹ മച്ചിത്തഃ. എന്നിൽ അർപ്പിക്കപ്പെട്ട മയി ചിത്തം യസ്യ, യാതൊരുവൻ്റെ ചിത്തമാണോ എന്നിൽ. അതായത് അഹമേവ പരഹ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ തന്നെ മറ്റൊരർത്ഥമാണ് മയി സമർപ്പിത ബുദ്ധി എന്ന് വേണമെങ്കിൽ പറയാം. എന്നിൽ അർപ്പിക്കപ്പെട്ട ബുദ്ധിയോടുകൂടിയോ, അല്ലെങ്കിൽ മയി അർപ്പിത ചിത്ത എന്ന്, എന്നിൽ അർപ്പിക്കപ്പെട്ട ചിത്തത്തോടുകൂടിയോ. അതാണ് അർപ്പിതം എന്നുള്ളത്. മയി അർപ്പിതം മനഃ എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്നിൽ അർപ്പിക്കപ്പെട്ട മനസ്സ്, അതാണ് ചിത്ത എന്നുള്ളത്. ചേതസ് ചിത്ത. എന്നിൽ അർപ്പിക്കപ്പെട്ട ചിത്തത്തോടു കൂടിയവൻ. മയി അർപ്പിതം ചിത്തം യസ്യ സഹ എന്ന്, എന്നിൽ അർപ്പിക്കപ്പെട്ട ചിത്തം. ഇവിടെ മയ്യേവ ചിത്തം യസ്യ എന്നാണ് ഇവിടെ ഭാഷ്യം കൊടുത്തിരിക്കുന്നത്. മയ്യേവ ചിത്തം യസ്യ, യാതൊരുവനാണോ എന്നിൽ ചിത്തമായിട്ടുള്ളത്. എന്നിൽ എന്ന് പറഞ്ഞാൽ എന്നിൽ സമർപ്പിക്കപ്പെട്ടത്.
മച്ചിത്ത സതതം ഭവ, അങ്ങനെയുള്ളവനായിട്ട് ഹേ അർജുന ത്വം ഭവ, അങ്ങനെയുള്ളവനായിട്ട് എന്നിൽ അർപ്പിക്കപ്പെട്ട ചിത്തത്തോടു കൂടിയവനായിട്ട് നീ അർജുന മാറുക. മാറുക എന്നുള്ള ആവുക. ഞാൻ തന്നെ പരമായിട്ടുള്ളവനായിട്ട് അർജുന നീ ആവുക. മദ്വ്യപാശ്രേഹ, എന്നെ തന്നെ ആശ്രയിച്ചവനായിട്ട് നീ ആവുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ വൈഷ്ണവം പദം നിനക്ക് ഞാൻ സമ്മാനിക്കാം. അതായത് മത്പ്രസാദാത്ത് എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതുകൊണ്ട് അത് ഭഗവാൻ ലഭിക്കുന്നു. മച്ചിത്ത സർവദുർഗാണി മത്പ്രസാദാത്തരിഷ്യസി അഥ ചേത്വമഹങ്കാരാത് നൈശ്രോഷ്യസി വിരക്ഷസി. ഇപ്പം ഭഗവാന്റെ ഭാഷ ഇച്ചിരി കടുപ്പിച്ചു, ലേശം ഒരു പൊട്ടുപൊടി ഇച്ചിരി. പറഞ്ഞാലും അങ്ങോട്ട് ഇങ്ങനെ പിന്നെയും എന്താ നീ മുസഡ് സ്വഭാവം കാണിക്കാന്ന് പറയത്തില്ലേ, കനിഷ്ഠ ബുദ്ധിയും കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ആ സമയത്ത് ഭഗവാനാണെങ്കിൽ കൂടിയും സ്വല്പം ഭാഷ മാറ്റിപ്പറയും. ഇത്രയേറെയൊക്കെ പറഞ്ഞതിന് ശേഷം ഭഗവാൻ ഒരു ലേശം ഒരു കടുകുമണിയോളം ഭാഷ മാറ്റി പറയുന്നത് നമുക്ക് ഇവിടെ ഇപ്പം കാണാം. മച്ചിത്ത സർവദുർഗാണി മത്പ്രസാദാത്തരിഷ്യസി. മത്പ്രസാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ പ്രസാദ, മത്പ്രസാദ മമ പ്രസാദാത്, എൻ്റെ പ്രസാദത്തിനാൽ. എൻ്റെ പ്രസാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പറഞ്ഞല്ലോ, മത്പ്രസാദാത്ത് എന്ന് കഴിഞ്ഞ ശ്ലോകത്തിലും പറഞ്ഞു, അത് എൻ്റെ അനുഗ്രഹത്തിനാൽ. അപ്പോൾ എൻ്റെ ഈ അനുഗ്രഹത്തിനാൽ മത്പ്രസാദ തരിഷ്യസി, തരിഷ്യതി തരണം ചെയ്യുന്നു. എന്താണ് തരണം ചെയ്യുന്നത്? സർവദുർഗാണി, ദുർഗാണി നമുക്ക് തടസ്സങ്ങളിനെയാണ് ദുർഗാണി എന്ന് പറയുന്നത്. സർവാണി ദുസ്തരാണി സംസാരഹേതു ജാതാനി എന്ന്. ദുസ്തരാണി, ദുസ്തരങ്ങളായിട്ടുള്ള, കഠിനങ്ങളായിട്ടുള്ള, അതിന് ദുസ്തരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരണം ചെയ്യാൻ കഠിനമായിട്ടുള്ളത്, അതിനാണ് ദുസ്തരണങ്ങൾ എന്ന് പറയുന്നത്. അതിനെയാണ് ദുർഗങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ദുർഗം. ദുഷ്ടാഗതിഹി, ദുർഗതിഹി. ദുർഗതിഹി എന്നുള്ളതിൻ്റെ ദുർഗ, അതുപോലെ ഈ ദുർഗതിക്ക് കാരണമാകുന്നത് ആയിട്ടാണ് ഈ ദുർഗം എന്ന് പറയുന്നത്. ദുഃഖേണ ഗന്തും യോഗ്യ എന്നുള്ള അർത്ഥത്തിലേക്ക് എടുക്കാം. പ്രയാസപ്പെട്ട് മാത്രമേ പോകാൻ സാധിക്കത്തുള്ളൂ. അപ്പം അങ്ങനെയൊക്കെയുള്ള വരുമ്പോഴാണ് ഈ ദുർഗ എന്നുള്ള പ്രയോഗം. ദുർഗയും അതേമാതിരിയാണ്. ദുർഗ, അതായത് ദുർഗയെ അതിക്രമിക്കാൻ ആർക്കും സാധ്യമല്ല ദുർഗ. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ദുർഗ എന്ന് പറയുന്നത്. മച്ചിത്ത സർവദുർഗാണി, ഇവിടെ ദുർഗമാണ് ഉദ്ദേശിച്ചത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ദുസ്തരാണി സംസാര ഹേതു ജാതാനി. ഈ സംസാരത്തിൻ്റെ ഹേതു ആയിട്ടുള്ളവ, കാരണമായിട്ട് ജനിച്ചിട്ടുള്ളതൊക്കെയാണ് ഇവിടുത്തെ ഈ ദുർഗം. എന്തിനാണ് ഈ ദുർഗം? തടസ്സങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ജനറലായിട്ട് പറഞ്ഞാൽ ഈ സംസാരത്തിൽ ഒരുവനെ നിലനിർത്തുന്നതായിട്ടുള്ള കാരണങ്ങളാണ് ഇയാൾക്ക് ഇദ്ദേഹത്തിനെ മോക്ഷത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നത്. അതാണ് ആ തടസ്സങ്ങളെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദുർഗാണി എന്ന് പറഞ്ഞത്. അതിനെ ഭഗവാൻ പറഞ്ഞിരിക്കുന്നു, അവയെ മറികടക്കുവാൻ, അതിക്രമിക്കുവാൻ ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. മച്ചിത്തഃ, മയി ചിത്തഃ യസ്യ, എന്നിൽ ചിത്തം അർപ്പിച്ചിട്ടുള്ള നിന്നെ ഞാൻ ഈ സംസാരത്തിൻ്റെ ദുർഗങ്ങൾ കടക്കുവാൻ അനുഗ്രഹിക്കാം. അഥ ചേത്വം അഹങ്കാര, എന്നാൽ അഥ, അതുകൊണ്ടാണ് അഥ, എന്നാൽ അഹങ്കാരം കൊണ്ട്. അപ്പം ഇവിടുത്തെ ഈ അഹങ്കാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിലെ അഹങ്കാരമാണ് ഇവിടുത്തെ അഹങ്കാരം. അപ്പം മലയാളത്തിലെ അഹങ്കാരം എവിടുന്ന് കിട്ടി എന്നാണ് വിചാരിച്ച് നമ്മളിങ്ങനെ പലയിടത്തും ഇങ്ങനെ പരിധി അന്വേഷിച്ചുകൊണ്ടിരുന്നല്ലോ. അപ്പോൾ ഇവിടെയാണ് ഭഗവാൻ പറഞ്ഞത് അഥചേത്വം അഹങ്കാര, നീ അഹങ്കാരം കൊണ്ട്. അപ്പം ഇവിടുത്തെ അഹങ്കാരത്തിന് ഇങ്ങനെയാണ്, പണ്ഡിത അഹമിതി, ഇതാണ് അഹങ്കാരം എന്ന് പറഞ്ഞാൽ. ഞാൻ പണ്ഡിതനാണ് എന്നുള്ള ബുദ്ധി. ഞാൻ പണ്ഡിതനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഇങ്ങോട്ട് ആരും പഠിപ്പിക്കാൻ വരണ്ട, എന്നെ ആരും അങ്ങനെ കൊച്ചാക്കാൻ നോക്കേണ്ടതില്ല. ഞാനും കണ്ടിട്ടുണ്ട് കുറച്ച്, ഞാൻ കണ്ടതൊക്കെ തന്നെയല്ലേ, ഞാൻ കേട്ടിട്ടുള്ളതൊക്കെയാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രയോഗം ഉണ്ടല്ലോ, ഉള്ളിലുള്ള ആ ഒരു ചെറിയ ഒരു എന്താണ് ഒരു കുറുമ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്.
നിങ്ങൾക്കും കുറച്ചറിയാം, എനിക്കും കുറച്ചറിയാം, നിങ്ങൾ പറഞ്ഞോ ഞാൻ കേൾക്കാം, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ബുദ്ധിയുണ്ടല്ലോ. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഉള്ളൊരു ബുദ്ധിയാണ് പറഞ്ഞിരിക്കുന്നത് അഹങ്കാരാത്. അപ്പോൾ അതിനകത്ത് എൻ്റെ അർത്ഥം അർജുനന് അഹങ്കാരം ഉണ്ടെന്നുള്ളതല്ല. ആർക്കെങ്കിലും ഈ ഭഗവാന്റെ വചനങ്ങളെല്ലാം കേട്ടതിന് ശേഷവും പിന്നീടും ഈ ദുർബുദ്ധി പോകാതെ ഉണ്ട് എങ്കിൽ, അതിലും കൊനഷ്ട് ചിന്തിക്കുന്നുണ്ട് എങ്കിൽ, അതല്ല എന്നുണ്ടെങ്കിൽ ഭഗവാന്റെ വചനങ്ങളൊന്നും കേൾക്കാതെ ഇതിൻ്റെ അവസാനം ആദ്യത്തെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, അവസാനം എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ അവർക്ക് കിട്ടും ഇത് ഏത് ചേത്തും അഹങ്കാരാത്. അഹങ്കാരം കൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല എന്ന് കേട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഭഗവാൻ പറഞ്ഞെന്നാൽ കേട്ടേക്കാന്ന് പറഞ്ഞിട്ട് ഇത് വായിക്കാൻ നോക്കും. അതുകൊണ്ടാണ് ഈ ചിലർ ഈ അവസാനം മാത്രം നോക്കുന്നവർക്ക് ഇത് കിട്ടും. ഇത് കിട്ടിക്കഴിയുമ്പോഴാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വായിക്കാതിരുന്നത് അഹങ്കാരം കൊണ്ടാണ് എന്ന് അവർക്ക് തോന്നിയിട്ട് അവർ പോയിട്ട് വായിക്കാൻ പോകും. അപ്പോൾ അതുകൊണ്ട് പ്രയോജനമുണ്ട്. ഇപ്പം അധചേത്വം അഹങ്കാരാത്, നീ അഹങ്കാരം കൊണ്ട് ന ശ്രോഷ്യസി, നീ അത് ശ്രവിക്കുന്നില്ല എങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം മനസ്സിലായത് ആരെക്കുറിച്ചാണ്? അർജുനന് ഇത് പറയുകയാണ്, നീ അത് കേൾക്കുന്നില്ല എങ്കിൽ. കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനെ മാനിക്കുന്നില്ല എങ്കിൽ എന്നുള്ളതാണ്. അതാണ്. അല്ലാതെ കേട്ടല്ലോ, കേട്ടതിന് ശേഷം പിന്നെ അതിന് പ്രാധാന്യം കൊടുക്കുന്നില്ലെങ്കിൽ ആ പ്രയോഗത്തിനെയാണ് ഇവിടെ ശ്രോഷ്യസി എന്ന് പറയുന്നത്. അപ്പം ന ശ്രോഷ്യസി, സാധാരണഗതിയിലാണെങ്കിൽ നീ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, നമ്മൾ മലയാളത്തിൽ അത് തന്നെയാണ് പറയുന്നത്. ഞാൻ പറയുന്നത് നീ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ആള് കേട്ടു, പക്ഷേ അത് കേട്ട ഭാവം വെക്കുന്നില്ല അല്ലെങ്കിൽ അനുസരിക്കുന്നില്ല, ഇങ്ങനെ കേൾക്കും. അതാണ് ന ശ്രോഷ്യസി. വിനങ്ഷ്യസി, അതിനുശേഷമാണ് ഭഗവാന്റെ ആ കടുത്ത പ്രയോഗം ഉണ്ടായത്. എങ്കിലും ഇനി ശരിയായിക്കോളൂ, അതാണ് വിനങ്ഷ്യസി എന്നാണ് പറയുന്നത്. എന്തിനി ശരിയാകും അതാണ് പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ വിനാശം ഗമിഷ്യസി എന്നാണ് പറഞ്ഞത്, വിനാശത്തിലേക്ക് പോകും എന്നൊരു കടുത്ത പ്രയോഗമാണ് ഭഗവാൻ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന്. 59-ാമത്തെ ശ്ലോകം. യദഹങ്കാരമാശ്രിത്യ നയോത്സ്യ ഇതി മന്യസേ മിഥ്യേഷ വ്യവസായസ്തേ പ്രകൃതിസ്ത്വാം നിയോക്ഷ്യതി. യദഹങ്കാരമാശ്രിത്യ നയോത്സ്യ ഇതി മന്യസേ മിഥ്യേഷ വ്യവസായസ്തേ പ്രകൃതിസ്ത്വാം നിയോക്ഷ്യതി. സ്വഭാവജേന കൗന്തേയ നിബദ്ധസ്വേന കർമ്മണാം കർത്തും നേച്ഛസി യന്മോഹാത് കരിഷ്യസ്യ വശോപി തത്. ഈശ്വരഃ സർവഭൂതാനാം ഹൃദ്ദേശേർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ. യദഹങ്കാരം ആശ്രിത്യ, യത് അഹങ്കാരം ആശ്രിത്യ, ഈ അഹങ്കാരത്തിനെ ആശ്രയിച്ചിട്ട്, നയോത്സ്യ ഇതി മന്യസേ, നയോത്സ്യ ഇനി ഞാൻ യുദ്ധം ചെയ്യത്തില്ല എന്ന് നീ വിചാരിക്കുന്നെങ്കിൽ, അതായത് അഹങ്കാരം കൊണ്ട്, മലയാളത്തിൽ പറയുന്ന അഹങ്കാരമുണ്ട്, ആ അഹങ്കാരം എന്ന് പറഞ്ഞാൽ പണ്ഡിതം എന്നുള്ളതാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്, ഭാഷ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ പണ്ഡിതനാണ് എന്നുള്ള അർത്ഥത്തിൽ, അതുകൊണ്ടാണ് ഭഗവാൻ അവിടെയും ഭഗവാൻ ഇത് തന്നെയാണ് പറഞ്ഞത്. പണ്ഡിതം ന ശോചതി പണ്ഡിതാഹ ന ശോചന്തി പണ്ഡിതാഹ, നാനുശോചന്തി പണ്ഡിതാഹ എന്നൊക്കെയുള്ള പ്രയോഗം ഉണ്ടല്ലോ അവിടെ. ആ പ്രയോഗം പണ്ഡിതന്മാർ ദുഃഖിക്കുന്നില്ല, പക്ഷെ നീ ദുഃഖിക്കുന്നു, പണ്ഡിതനെ പോലെ വർത്താനം പറയുകയും ചെയ്യുന്നു. അപ്പം അതേ പ്രയോഗമാണ് ഇവിടെ ഭഗവാൻ നടത്തിയിരിക്കുന്നത്. ഭാഷ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അഹങ്കാരമാശ്രിത്യ എന്നുള്ളതിന് പണ്ഡിതഃ അഹമിതി ഭാവഃ, ഞാൻ പണ്ഡിതനാണെന്നുള്ള ഭാവത്തെ ആശ്രയിക്കുന്നതിനെയാണ് ഇവിടുത്തെ അഹങ്കാരം എന്ന് പറയുന്നത്. മറ്റേതാണ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കർത്ത ഇതി ഭാവ, അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം യദഹങ്കാരമാശ്രിത്യ, ഞാൻ പണ്ഡിതനാണെന്നുള്ള ഭാവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, നയോസ്യ ഇതി മന്യസേ, ഞാൻ യുദ്ധം ചെയ്യത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കർമ്മം ചെയ്യത്തില്ല എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ, മിഥ്യേഷ വ്യവസായസ്തേ, ഏഷഃ മിഥ്യാ, മിഥ്യാ ഏഷഃ വ്യവസായഃ, ഏഷ വ്യവസായഃ മിഥ്യാ, ഏഷ വ്യവസായഃ, ഏഷ വ്യവസായഃ, വ്യവസായം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നിശ്ചയം എന്നാണ് അർത്ഥം കേട്ടോ. വ്യവസായാത്മികാ ബുദ്ധി ന ഏകേഹ കുരുനന്ദന, നമ്മൾ മുമ്പ് ഒരിടത്ത് ഭാഗം കാണില്ലേ, വ്യവസായം എന്ന് പറഞ്ഞ് അധ്യവസായ ബുദ്ധി, അധ്യവസായം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ നിശ്ചയം, അധ്യവസായം എന്ന് പറയുന്നത് നിശ്ചയം തന്നെയാണ്.
വ്യവസായ ഇവിടെ എന്താ യേശ വ്യവസായ ഈ ബുദ്ധി, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ ബുദ്ധി മിഥ്യാ. ഭഗവാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ബുദ്ധി കളവാണെന്ന് പറയും. കള്ളമാണ് നീ ചിന്തിക്കുന്നതിനകത്ത് കള്ളത്തരമുണ്ട് എന്നുള്ളതാണ്. മിഥ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളവ് എന്നുള്ളൊരർത്ഥത്തിലാണ് ഇവിടെ നമുക്ക് കാണുന്നത്. അല്ലാതെ ഈ മിഥ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ വേദാന്തത്തിൽ മിഥ്യ എന്നുള്ളതിൻ്റെ അർത്ഥം പഠിച്ചു. ആ അർത്ഥം എന്ന് പറയുന്നത് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് ജസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതൊരു കളവാണ് എന്നുള്ളത്, ഒരു വഞ്ചനയാണ്, ഒരു കുടിലതയാണ്, ഒരു മിഥ്യയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സത്യം, അതിനകത്ത് സത്യത്വം ഇല്ല എന്നുള്ള അർത്ഥമേ ഉദ്ദേശിക്കുന്നു. മിഥ്യേഷ വ്യവസായസ്തേ പ്രകൃതിസ്ത്വാം നിയോക്ഷതി. പ്രകൃതി ക്ഷത്രസ്വഭാവഃ താം നിയോക്ഷതി. ത്വാം നിന്നെ പ്രകൃതി അതിലേക്ക് നിയോഗിച്ചിരിക്കുന്നു എന്ന്. നിയോക്ഷതി നിന്നെ അതിലേക്ക് നിയോഗിക്കും എന്ന്. അതായത് ഞാൻ പണ്ഡിതനാണ്, ഞാൻ യുദ്ധം ചെയ്യത്തില്ല എന്ന് പറഞ്ഞാലും നിന്റെ പ്രകൃതി ക്ഷാത്ര സ്വഭാവമാണ്, ക്ഷാത്രമാണ് നിന്റെ പ്രകൃതി. അത് നിന്റെ ക്ഷത്രിയ സ്വഭാവം നിന്നെ യുദ്ധം ചെയ്യിപ്പിച്ചിരിക്കും എന്ന്. ഇതാണ് ഭഗവാൻ പറഞ്ഞത്. അല്ലാതെ ഞാൻ ചെയ്യത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കാരമാശ്രിത്യ എന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കാരം കാണിച്ചിരുന്നു കഴിഞ്ഞാൽ, ഞാൻ പണ്ഡിതനാണ് അവിടെ അഹങ്കാരം കാണിച്ചിരുന്നു കഴിഞ്ഞാലും എന്നാലും അർജുന നിന്റെ ക്ഷത്ര സ്വഭാവം എന്ന് പറയുന്നത് നിന്നെ യുദ്ധത്തിലേക്ക് നയിച്ചിരിക്കും എന്ന്. അതുകൊണ്ടാണ് ത്വാം പ്രകൃതി നിയോക്ഷതി എന്ന് പറഞ്ഞത്. നിന്നെ പ്രകൃതി അതിലേക്ക് നയിക്കും എന്നാണ് പറഞ്ഞത്. പ്രകൃതി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്ന പ്രകൃതി ക്ഷത്ര സ്വഭാവ എന്ന്. നമുക്ക് ഈ ബ്രഹ്മസ്വഭാവ, ക്ഷത്രസ്വഭാവ, വൈശ്യസ്വഭാവ, ശൂദ്രസ്വഭാവ എന്നുള്ള സ്വഭാവമുണ്ട്. അപ്പോൾ ആ സ്വഭാവ രൂപീകരണം എന്ന് പറയുന്നത് ഈ ഇപ്പം ജന്മനാ രൂപീകരിക്കപ്പെടുന്ന ഒന്നായിട്ട് സ്വഭാവത്തെ വെക്കുന്നില്ലല്ലോ. ജനിക്കുമ്പോൾ ഒരല്പ സ്വഭാവമുണ്ട്, ഒരു പൊട്ടുപൊടിയുണ്ട്. പിന്നീട് ആ സമൂഹമാണ് ഒരുവൻ്റെ സ്വഭാവത്തെ രൂപീകരിക്കുന്നത്. സമൂഹം എന്ന് പറയുമ്പം ഈ വ്യക്തിയിലേക്ക് സ്വാധീനം ആരൊക്കെ ചെലുത്തുന്നുണ്ടോ അവരെല്ലാവരും ആ സമൂഹത്തിൽപ്പെട്ടു. അപ്പോൾ അത് ഈ വ്യക്തി മാധ്യമങ്ങളിലൂടെയുള്ള സ്വാധീനമായാലും ശരി, സഹവാസം കൊണ്ടുള്ളതാണെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള സ്വാധീനങ്ങൾ ചെലുത്തുന്ന മുഴുവനും അതിൻ്റെ ഒരു പരിണത ഫലമാണ് സ്വഭാവം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ശിക്ഷണം കിട്ടിക്കഴിയുമ്പോഴാണ്, ഇപ്പം ക്ഷത്രിയൻ്റേതായിട്ടുള്ള ശിക്ഷണം കിട്ടിക്കഴിയുമ്പോൾ മാത്രമാണ് ഈ വ്യക്തിക്ക് ആത്മാഭിമാനം എന്ന് പറയുന്നത്, ക്ഷത്രാഭിമാനം എന്നൊക്കെ പറയുന്നുണ്ടാവത്തുള്ളൂ. അല്ലാത്ത പക്ഷം എന്ന് പറയുമ്പോൾ അതിരഥൻ്റെ പുത്രനായിട്ടുള്ള കർണന് ഇവിടെ ദ്രോണാചാര്യരുടെ അടുത്തു നിന്നും പോയി മറ്റേ പരശുരാമനിൽ നിന്ന് പോയി പഠിക്കാൻ സാധിച്ചതുകൊണ്ട് പിന്നീട് ആ ഒരു ക്ഷത്രസ്വഭാവത്തിൽ തന്നെ നിലനിൽക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ ക്ഷാത്രഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജന്മനാ ഒരു തരി ഉണ്ടായിരുന്നു, പക്ഷെ പിന്നീട് പരശുരാമനെ പോയിട്ട് കണ്ട് ആശ്രയിച്ചിട്ട് അത് നിലനിർത്താൻ സാധിച്ചു. അല്ലാത്ത പക്ഷമാണെന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ മങ്ങിപ്പോകാം എന്നുള്ളതാണ്. അത് വേണ്ട വിധത്തിൽ ഉത്തേജിപ്പിക്കുവാൻ ഉപദേശം കൊണ്ട്, ശിക്ഷണം കൊണ്ട് വളർത്തിയെടുക്കാനില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് ലുബ്ധപ്രായമായിട്ട് അത് പോവുകയും ചെയ്യും. അതുകൊണ്ട് അത് ബ്രഹ്മഗുണത്തിനാണെങ്കിലും ക്ഷത്രഗുണത്തിനും വൈശിഷ്ട്യഗുണത്തിനും ശൂദ്രഗുണത്തിനും ഒക്കെ ഉണ്ട്. അത് എല്ലാ ഗുണത്തിനും ഉണ്ട്. ശൂദ്രഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള സർവ്വകർമ്മങ്ങളും അതാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ വേറെ അർത്ഥത്തിലൊന്നല്ല. ഇപ്പം ബ്രാഹ്മണ കർമ്മങ്ങളും ക്ഷത്രിയ കർമ്മങ്ങളും വൈശ്യകർമ്മങ്ങളും എന്ന് പറഞ്ഞിട്ട് ലിമിറ്റഡ് കർമ്മങ്ങൾ വെച്ച ശേഷം ബാക്കിയുള്ള സർവ്വകർമ്മങ്ങളും ശൂദ്ര കർമ്മങ്ങൾ എന്നുള്ള രീതിയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആഭരണം ഉണ്ടാക്കാനുള്ള ഒരു ജ്ഞാനം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ശൂദ്രഗണത്തിലോട്ട് പോയി, ശൂദ്രഗുണത്തിലേക്ക് പോയി. അത് മറ്റേ അവരുണ്ടാക്കുന്ന ആഭരണം കൊണ്ട് വിൽക്കാനുള്ളതെന്ന് പറയുന്നത് ഫൈഷനിലേക്ക് പോയി എന്നുള്ളത്. ആ വിറ്റ് കിട്ടുന്നത് കഴിഞ്ഞാൽ അത് അണിയാനുള്ളതിലേക്ക് അത് ക്ഷത്രിയനിലേക്കും പോയി. അതാണ് അങ്ങനെ അണിഞ്ഞു വരുന്ന ക്ഷത്രിയനെ അരിയിട്ട് വാഴിക്കാൻ ഉള്ള യോഗമാണ് ബ്രാഹ്മണനുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സമൂഹത്തിൻ്റെ പോക്ക്. ഓരോരോ കാലഘട്ടത്തിൽ ഓരോ തരത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സ്വഭാവജേന കൗന്തേയ നിബദ്ധസ്വേന കർമ്മണ കർത്തും നേച്ഛസി യന്മോഹാത് കരിഷ്യസ്യവശോപി തത്.
സ്വഭാവജേന കൗന്തേയ നിബദ്ധസ്വേന കർമ്മണ. ഭഗവാൻ പറയുന്നത് ഈ അവനവന് എൻ്റെ തോന്നൽ ഇതാണ്, അതുകൊണ്ട് ഞാനിത് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ശാഠ്യം പിടിച്ചു കഴിഞ്ഞാൽ ആ തോന്നലിനാണ് ഈ അഹങ്കാരം എന്ന് മുമ്പ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് എൻ്റെ അഹങ്കാരം എന്നുള്ളത് ആണ്. പക്ഷെ അവനവന് അവരുടെ അഹങ്കാരം ഒന്നും സമ്മതിക്കത്തില്ല. അപ്പോൾ ആ ഒരു തോന്നലിൽ അങ്ങനെ ആ തോന്നലിന് അത് വേണ്ടത്ര ദൃഢത ഉണ്ടാവത്തില്ല എന്നത്. അതുകൊണ്ട് തന്നെ പ്രകൃതിക്കാണ് ദൃഢതയുള്ളത്, താൽക്കാലികമായ തോന്നലുകൾക്ക് അല്ല എന്ന്. അതുകൊണ്ടാണ് സ്വഭാവജേന കൗന്തേയ. അപ്പം സ്വഭാവജം, സ്വഭാവത്തിൽ നിന്ന് ജനിച്ചതിനെയാണ് സ്വഭാവജം എന്ന് പറയുന്നത്. അപ്പോൾ സ്വഭാവം എന്ന് പറയുന്നത് പ്രകൃതിയാണ്. സ്വഭാവം എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രകൃതി എന്ന് പറയുന്നതും സ്വഭാവം എന്ന് പറയുന്നത് ക്ഷത്രപ്രകൃതി അല്ലെങ്കിൽ ക്ഷത്ര സ്വഭാവം. പക്ഷെ അർജുനന് ക്ഷാത്രഗുണമാണുള്ളത്, അതാണ് ഇവിടുത്തെ സ്വഭാവം. ആ ക്ഷാത്രഗുണത്തിൽ നിന്ന് ജനിച്ചതിനെയാണ് സ്വഭാവജം എന്ന് പറയുന്നത്. ആ ക്ഷാത്രഗുണത്തിൽ നിന്ന് ജനിച്ചതാണ് ശൗരാദികൾ എന്ന് പറയുന്നത്. ശൗരം, വീര്യം, തേജസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതുണ്ടല്ലോ. യുദ്ധേ അപലായനം എന്നൊക്കെ പറയുന്നു. ഭരിക്കാനുള്ള സാമർഥ്യം, അതുപോലെ തന്നെ ആയുധം പ്രയോഗിക്കാനുള്ള സാമർഥ്യം ഇതിനകത്ത്. അങ്ങനെ ആയുധം പ്രയോഗിക്കുന്നതിനകത്ത് യാതൊരു കൂസലുമില്ലായ്മ. അതുകൊണ്ട് നമ്മുടെ ഈ ഇന്ത്യൻ സേനയിലുള്ള ഈ ഘാതക് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ചെറിയ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഘാതക്. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് ഈ ചൈന ഇന്ത്യ ബോർഡറിൽ പോയിട്ട് ഈ എന്താണ് ഈ ചൈനീസ് പട്ടാളക്കാരുമായിട്ട് ഏറ്റുമുട്ടിയത്. അതാണ് ഘാതക് എന്ന് പറഞ്ഞത്. അപ്പോൾ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ആ യുദ്ധത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ആയുധം പ്രയോഗിക്കാതെ തന്നെ അവർ മറ്റുള്ളവരെ കൊല്ലുന്നതിനകത്ത് യാതൊരു മടിയുമില്ല. അപ്പോൾ ഒരു മടി, അതിനകത്ത് ഒരു തരി പോലും മടിയില്ല എന്നുള്ളതാണ്. ഒരു തരി, ഒരു അണുവിട പോലും അതിനകത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പിൽ വരുന്ന ശത്രുവാണെന്നുണ്ടെങ്കിൽ കൊന്നിരിക്കും എന്നുള്ളതാണ്. അത് ആയുധം പ്രയോഗിക്കുക. അങ്ങനെയുള്ള സാമർത്ഥ്യത്തോടു കൂടിയിട്ടുള്ള ഒരു ചെറിയ ഒരു ഗ്രൂപ്പാണ് ഈ ഘാതക് എന്ന് പറയുന്നത്. അപ്പോൾ പട്ടാളക്കാർ മൊത്തത്തിലും അങ്ങനെ തന്നെയാണെന്നുള്ള. അതിനകത്ത് ദയാദാക്ഷിണ്യമാർജവം, എന്താണ് ക്രീ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലജ്ജ ഇതൊക്കെ പറഞ്ഞുകൊണ്ടൊന്നും നടക്കത്തൊന്നുമില്ല. അതുപോലെ സഹാനുഭൂതി ഇതൊക്കെ എങ്കിൽ അത് കാണിക്കാൻ യോഗം ഉണ്ടാവത്തില്ല. മനസ്സിലങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ മറ്റവൻ തലയെടുത്തിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെയുള്ളവർ ആ ഭാഗത്ത് പോകരുതെന്നുള്ളത്. അവർ വല്ല വൈദ്യകർമ്മങ്ങളും യജ്ഞങ്ങളും ഒക്കെ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മറ്റേ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് അവരവരുടെ നല്ല ദേശത്ത് അവർ വാഴുക. പിന്നെ ഇത് യാതൊരുവിധ മടിയുമില്ലാതെ ക്ഷത്ര സ്വഭാവം, ഇതൊക്കെയാണ് ക്ഷത്ര സ്വഭാവം. ഈ ക്ഷത്ര സ്വഭാവം എന്ന് പറയുന്ന ഒരു തരി പോലും മാറാതെ നിൽക്കുന്ന ആൾക്കാർ വേണം ഇവിടെ യുദ്ധക്കളത്തിലേക്ക് പോവുക. അപ്പോൾ ഇവിടെ അർജുനനാണെങ്കിൽ അങ്ങനെ തന്നെയാണുള്ളത്. അതാണ് ഭഗവാൻ പറഞ്ഞത് സ്വഭാവജേന കൗന്തേയ. അർജുന, നിന്റെ ഈ ശൗര്യ തേജസ് എന്നൊക്കെ പറഞ്ഞാൽ ക്ഷത്ര ഗുണമുണ്ടല്ലോ, അത് കൗന്തേയ നിബദ്ധ, നിശ്ചയേന ബദ്ധ, അത് നിന്നിൽ ദൃഢമായിട്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു അർജുനൻ. കാരണം അർജുനനെ ഭഗവാൻ കാണാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെയല്ല, ഒരുപാട് കാലമായിട്ട് കാണുന്നതാണ്. അപ്പോൾ അർജുനൻ്റെ സ്വഭാവം കൃത്യമായിട്ട് ഭഗവാൻ അറിയാം. അപ്പം ഇങ്ങനെ സ്വഭാവം അറിഞ്ഞിട്ട് പറയുന്നതും അല്ലാതെ പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. കൂടെ കുറച്ച് നാൾ നടന്നതിന് ശേഷം ആണ് ഇത് പറയുന്നത്. ഇത് ആദ്യകാലത്ത് കുറച്ച് നാൾ അല്ലായിരുന്നു, അതായത് ഈ ഇവരുടെ ബാല്യകാലത്തിൽ അകന്നായിരുന്നു. അതിനുശേഷം പിന്നെ കൃഷ്ണനുമായിട്ട് കാണുന്ന രംഗമുണ്ടല്ലോ, കണ്ടതിന് ശേഷം ഇവർ ഒന്നിച്ച് അങ്ങനെ എത്രയോ കാലം കഴിഞ്ഞു. അതെല്ലാം നോക്കിക്കഴിയുമ്പോഴാണ് ഇവിടെ ഈ അർജുനനെ നല്ലോണം അറിയാൻ കൃഷ്ണൻ എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല അർജുനൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളത് അറിയാം. അപ്പോൾ അതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് സ്വഭാവജേന കൗന്തേയ നിബദ്ധ സ്വേന കർമ്മണ. നിന്റെ കർമ്മത്താൽ, സ്വേന കർമ്മണ എന്ന് പറഞ്ഞാൽ ആത്മീയേന കർമ്മണ. അപ്പോൾ ആ സ്വഭാവം കൊണ്ട്, നിന്റെ ശൗര്യ തേജസ് കൊണ്ട് സ്വകീയമായ കർമ്മം, സ്വകീയം എന്ന് പറയുമ്പോൾ നിൻ്റേതായ ക്ഷാത്രകർമ്മം, ഇതാണ് സ്വകീയ കർമ്മം. നിന്റെ ക്ഷാത്രകർമ്മത്തോട് നീ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു അർജുന. നിബദ്ധ, ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. കർത്തും നേച്ഛസി യൻ മോഹാത്. കർത്തും ചെയ്യുക ന ഇച്ഛസി യത് മോഹാത്. നീ മോഹം കൊണ്ട് ചെയ്യത്തില്ല എന്ന് ഇച്ഛിക്കുന്നുവെങ്കിൽ നേച്ഛസി ന ഇച്ഛസി, മോഹം കൊണ്ട്. മോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ മോഹം എന്ന് പറഞ്ഞാൽ? ഈ അഹങ്കാരത്തിൻ്റെ പ്രകടനത്തിന്
കാരണമായിട്ട് നിൽക്കുന്നതാണ് ഈ മോഹം എന്ന് പറയുന്നത്. അതായത് മോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവില്ലായ്മയാണ്. അറിവില്ലായ്മ മറ്റൊരു തരത്തിലുള്ള ഒരു അറിവില്ലായ്മ. അതായത് ഞാൻ ചെയ്യുന്നതും ഞാൻ ചിന്തിക്കുന്നതും ഇപ്പോൾ ശരിയാണ് എന്ന രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ബുദ്ധിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മോഹബുദ്ധി എന്ന് പറയുന്നത്. അതാണ് മോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹ എന്ന് പറയുന്നത് മൂഢ. അപ്പോൾ ഇതാണ് മുഖിൽ നിന്നാണല്ലോ മൂഢ വന്നത്. അപ്പോൾ മൂഢസ്വഭാവത്തിൻ്റെ തുടക്കമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ മൂഢസ്വഭാവത്തിൻ്റെ അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് മൂഢത്വം എന്ന് പറയുന്നത്. അപ്പം തെറ്റായിട്ട് ചെയ്യട്ടെ എന്നാണ് അർജുനൻ ചോദിച്ചത്. തെറ്റായിട്ടുള്ളതാണ് ഇത് എന്ന് ഭഗവാൻ ഇത് പറഞ്ഞ് ബോധിപ്പിച്ചു. എന്താ തെറ്റിവിടെ? അത് ക്ഷത്രസ്വഭാവത്തിന് വിരുദ്ധമായിട്ട് യുദ്ധം നിർത്തിവെച്ചിട്ട് ഞാൻ എൻ്റെ പാട്ടിന് പൊക്കോട്ടെ, ഇതാണ് അർജുനൻ ചോദിച്ചത്. ഭഗവാൻ പറഞ്ഞു, നിന്റെ ക്ഷത്രസ്വഭാവത്തിന് ഇത് യോജിച്ചതല്ല അർജുന. കർത്തും നേച്ഛസി യൻ മോഹ കരിഷ്യസി അവശോപിതത്. അവശഃ സന്ന കരിഷ്യസി. നീ അവശൻ എന്ന് പറഞ്ഞാൽ ബന്ധിക്കപ്പെട്ടവനായിട്ട്, സ്വാതന്ത്ര്യമില്ലാത്തവനായിട്ട് അർജുന നീ ഇത് ചെയ്യും എന്ന്. അതായത് അർജുന, നിനക്ക് സ്വയം മൂഢനാണ് എന്നത് മനസ്സിലാക്കുന്നതാണ് ഇനി നിനക്ക് ഏറ്റവും നല്ലത് എന്ന്. അതായത് എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ അത് നിന്നെ എങ്ങും കൊണ്ട് എത്തിക്കത്തില്ല എന്ന് മാത്രമല്ല, തിരിച്ച് നീ യാതൊരുവിധ സംശയവും കൂടാതെ യുദ്ധത്തിൽ തന്നെ ഏർപ്പെടും. ഇതാണ് പ്രകൃതി, ഇതാണ് സ്വഭാവം എന്നൊക്കെ പറഞ്ഞു. ആരെങ്കിലും ഒന്ന് നല്ലതായിട്ടൊന്ന് ചലഞ്ച് ചെയ്താൽ മതി എന്നുള്ള അത്രയേ ഉള്ളൂ കാര്യം. നമുക്ക് നല്ലൊരു ചലഞ്ച് കിട്ടുന്നിടം വരെ നമ്മുടെ ശാന്തി നിൽക്കത്തുള്ളൂ. ആരെങ്കിലും ഒന്ന് നമ്മളൊന്ന് എന്താ പറയുക, ഒന്ന് കിൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ, ഒന്ന് ഇളക്കി വിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ചീറ്റാൻ തുടങ്ങും. അപ്പോൾ അറിയാം കറക്റ്റ് സ്വഭാവം എന്താണെന്നുള്ളത്. നമ്മൾ ഇൻസൾട്ട് ചെയ്യാത്തിടത്തോളം കാലം നമ്മൾ സർവഗുണസമ്പന്നന്, സർവകല്യാണ ഗുണസമ്പന്നന്, സർവോത്തമന്, സർവശാസ്ത്ര വിശാരദന്, എന്താണ് സർവാർത്ഥിഹരനും ഒക്കെയാണ്, സർവ്വദുഃഖ നിവാരകനും ഒക്കെ ആയിട്ട് നമുക്ക് ആരെങ്കിലും ഒന്ന് ഇറിറ്റേറ്റ് ചെയ്താലോ ചെറിയ തോതിൽ ഒന്ന് ഇൻസൾട്ട് ചെയ്തതായിട്ട് തോന്നിക്കഴിഞ്ഞാൽ അതോടുകൂടിയിട്ട് പിന്നെ ഒന്നും പറയണ്ട, പിന്നെല്ലാം തെറ്റി എന്നുള്ള. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഭഗവാൻ നല്ലതായിട്ട് അറിയാവുന്നതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, കർത്തും നേച്ഛസി യൻ മോഹാത്. മോഹം കൊണ്ട് നീ ചെയ്യത്തില്ല എന്ന് ഇച്ഛിക്കുന്നുവെങ്കിൽ കരിഷ്യസി അവശോഭിതത്. നീ അവശനായിട്ട് നീ അത് ചെയ്തിരിക്കും. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ. ഭഗവാന്റെ ഒരു വലിയ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നടത്താൻ പോവുകയാണ്. ആ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ പ്രസിദ്ധമായിട്ടുള്ള, എല്ലായിടത്തും എല്ലാ ആൾക്കാരും എപ്പോഴും പറയുന്ന ഒരു ശ്ലോകമാണിത്. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. ഹേ അർജുന, ഈശ്വരൻ സർവഭൂതങ്ങളുടെയും ഹൃദ്ദേശത്ത് വസിക്കുന്നു. എന്താണ് ഹൃദയത്തിൽ വസിക്കുന്നു. ഇനിയിപ്പോൾ ഏതാണ് ഹൃദയം എന്നൊക്കെ, ഏതാണോ ഹൃദയം അവിടെ വസിക്കുന്നു എന്നുള്ള. അപ്പോൾ ആ ഹൃദയത്തിൽ വസിക്കുന്നു. ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ. മായ കൊണ്ട് യന്ത്രാരൂഢാനി യന്ത്രത്തിൽ പ്രവേശിക്കപ്പെട്ടവനായിട്ട് ഭ്രാമയൻ സർവഭൂതങ്ങളെയും ഭ്രാമയൻ കറക്കുന്നു എന്നുള്ളത്. അപ്പോൾ സർവഭൂതാനി യന്ത്രാരൂഢാനി സർവഭൂതാനി ഭ്രാമയൻ മായയാ. ഭ്രാമയൻ മായ കൊണ്ട് യന്ത്രാരൂഢങ്ങളായിട്ടുള്ള സർവഭൂതങ്ങളെയും കറക്കിക്കൊണ്ട് സർവഭൂതങ്ങളുടെയും ഹൃദ്ദേശത്തിൽ അർജുന ഈശ്വര തിഷ്ഠതി. ഈശ്വരൻ നിൽക്കുന്നു. അപ്പോൾ ഇവിടെ എന്താണ്, ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഇപ്പം നമ്മൾ വിചാരിച്ചിരിക്കുന്നത് നമ്മളെ എന്നെ ആരാധിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ അങ്ങനെ കാലം നീട്ടി ഹൃദയത്തിൽ ഇരിക്കുകയെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ കാലം നീട്ടാതാണെന്നുണ്ടെങ്കിൽ പത്മാസനസ്ഥനായിട്ട് ഹൃദയ കമലത്തിലിരിക്കുകയാണെന്ന് വിചാരിച്ച് സന്തോഷിച്ചിരിക്കുകയായിരുന്നു. ഇപ്പം ഭഗവാൻ പറഞ്ഞേ അങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിച്ചു, അതൊക്കെ നല്ലതാണ്. പക്ഷെ ഞാൻ ചെയ്യുന്ന പണി അതല്ല. പിന്നെന്താ ചെയ്യുന്നത്? ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ചെയ്യുന്ന ഇതാണ്,
ഭ്രാമയൻ സർവഭൂതാനി. ഹൃദയത്തിലിരുന്നുകൊണ്ട് ഭഗവാന്റെ ലീലാവിലാസം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇരുന്നുകൊണ്ട് എന്താണ്? യന്ത്രാരൂഢാനി. അതാണ് യന്ത്രാരൂഢാനി എന്നുള്ളതിനകത്താണ് നമ്മുടെ ഈ ജയൻറ്റ് വീലില്ലേ, ആ ജയൻറ്റ് വീല് പോലത്തെ, അല്ലെങ്കിൽ ഇങ്ങനെ റൗണ്ടിൽ ഉള്ള വീലുണ്ടല്ലോ, അത് ഇങ്ങനെ ഇതിലിങ്ങനെ ആ പിള്ളേരെ ഇങ്ങനെ ഈ നമ്മൾ പാർക്കിലൊക്കെ കാണാം, 5-6 പിള്ളേരെ ഇരിക്കുന്ന കസേരകളിൽ പോലുള്ള ഇരിക്കുന്നിട്ട് ഇങ്ങനെ കറക്കും. അപ്പോൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അതല്ലെങ്കിൽ ജയൻറ്റ് വീൽ പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ഇതിനാണ് യന്ത്രാരൂഢാനി ഭ്രാമയൻ. യന്ത്രത്തിൽ പ്രവേശിച്ചിരിക്കുന്നതായിട്ടുള്ള ഭൂതാനി, സർവഭൂതാനി, സർവജീവികളെയും, ഇവിടെ ജീവികളാണ്, സർവജീവികളെ, യന്ത്രത്തിൽ പ്രവേശിച്ചിരിക്കുന്ന സർവജീവികളെയും ഭ്രാമയൻ ഇങ്ങനെ കറക്കിക്കൊണ്ട് സർവഭൂതങ്ങളുടെയും ഹൃദയത്തിൽ, അത് മായയെ ആശ്രയിച്ചുകൊണ്ട് സർവജീവികളെയും കറക്കിക്കൊണ്ട് അവരുടെ ഹൃദയത്തിൽ ഞാനിരിക്കുന്നു. നോക്കിക്കേ, എന്താ ഭഗവാൻ ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഭഗവാൻ അവിടെ ഇരുന്നുകൊണ്ട് ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ സംസാരത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം ഹൃദയത്തിൽ ഭഗവാൻ ഇരുന്നുകൊണ്ട് നമ്മളെ കറക്കുന്നത് കൊണ്ടാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ കറക്കം നിർത്തണമെങ്കിൽ നമ്മൾ ആരോട് പറയും കറക്കം നിർത്താൻ? കറക്കുന്ന ആളിനോടല്ലേ നമ്മൾ പറയുന്നത്, അയ്യോ ഒന്ന് കറക്കം നിർത്തും, ഞാനൊന്ന് പുറത്തിറങ്ങട്ടെ, തല കറങ്ങുന്നതെന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ഇരുന്നുകൊണ്ട് അവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ ഇരിക്കുന്നിടത്ത് പിടിച്ച് കുത്തി കഴിഞ്ഞാലോ, അല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഇടിക്കാനും, അല്ലെങ്കിൽ തൊട്ടടുത്തിരിക്കുന്നവൻ്റെ കാല് പിടിച്ചു കഴിഞ്ഞാലും ഒന്നും കറങ്ങാൻ നിൽക്കത്തില്ല. മറ്റവനും അവിടെ ഇരുന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ യന്ത്രത്തിലിരിക്കുന്ന ഒന്ന്, യന്ത്രത്തിനും അല്ലെങ്കിൽ യന്ത്രത്തിലിരിക്കുന്ന ഒന്നിനും ഈ കറക്കം നിർത്താൻ പറ്റത്തില്ല. കറക്കം നിർത്തണമെന്നുണ്ടെങ്കിൽ കറക്കുന്നവൻ്റെ അടുത്ത് പറയണം കറക്കം നിർത്തൂ എന്ന് പറയണം. അപ്പോൾ അതാരാ? ഭഗവാനാണ്. ആ ഭഗവാന്റെ അടുത്ത് അപ്പോൾ എങ്ങനെയാണ് പറയേണ്ടത്? ഇങ്ങനെ പറയണം: തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത തത്പ്രസാദാത് പരാം ശാന്തി സ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം. അപ്പം ചുരുക്കത്തിൽ ഇതാണ് ചെയ്യേണ്ടത്. കറക്കുന്ന ആളുടെ അടുത്ത് പറയുകയാണ്, ഒന്ന് കറക്കൽ നിർത്തൂ, ഞാനൊന്ന് ഇറങ്ങിക്കോട്ടെ എന്ന് പറയുക. അപ്പോൾ അങ്ങനെ പറയേണ്ടത് എങ്ങനെയാണ് പറയേണ്ടത്? ഇപ്പോൾ ഓരോരുത്തരോടും പറയേണ്ട ഓരോ രീതി ഉണ്ടല്ലോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതൊരു രാജാവിനോട് പറയുന്ന രീതി ഒന്ന്, ഗുരുവിനോട് പറയുന്ന വേറെ ഒന്ന്, അതേമാതിരി വീട്ടിലെ ഭർത്താവിനോട് ഭാര്യ പറയുന്ന രീതി ഒന്ന്, ഭാര്യയോട് ഭർത്താവ് പറയുന്ന രീതി ഒന്ന്, ഇന്നത്തെ കാലത്തല്ല പണ്ടത്തെ കാലത്ത്. പിന്നെ പിള്ളേരോട് മാതാപിതാക്കൾ പറയുന്ന രീതി ഒന്ന്, അത് ഇന്നത്തെ കാലത്തല്ല പണ്ടത്തെ കാലത്ത്. ഇങ്ങനെ ഓരോരുത്തരോടൊന്ന് പറയുന്ന രീതി ഉണ്ടല്ലോ. അപ്പം ഇവിടെ ഭഗവാനോട് പറയുന്ന രീതിയുണ്ട്. തമേവ ശരണം ഗച്ഛ. ഭഗവാനെ തം ഭഗവന്തം ഏവ ശരണം ഗച്ഛ എന്ന്. ഈശ്വരമേവ ശരണം ഗച്ഛ. അപ്പോൾ ഇതാണ് ബുദ്ധം ശരണം ഗച്ഛാമി. ആ ശരണമാണ് ഇവിടുത്തെ ശരണം. രണ്ടുപേരെ പറയാറുണ്ട്. തമേവ ശരണം ഗച്ഛ. നിന്നെ ഭഗവാനെ ശരണം പ്രാപിക്കുക. സർവഭാവേന ഭാരത, അല്ലയോ ഭാരത അർജുന, സർവഭാവേന എല്ലാ അർത്ഥത്തിലും എന്ന്, സർവാത്മന എന്ന്. സർവഭാവേന എന്ന് പറഞ്ഞാൽ സർവാത്മന എന്നർത്ഥം. തത്പ്രസാദാത് പരാം ശാന്തി. എന്നിട്ടോ അതായത് കറക്കുന്ന ആളുടെ അടുത്ത് നമ്മൾ പറയണം, നമ്മളെ നിർത്തൂ എന്ന് പറയണം. അപ്പം ഈ നിർത്തൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്കുന്ന ആളെ അറിയണം നമ്മൾ നിർത്താൻ ആവശ്യപ്പെട്ടതായിട്ട്. അതാണ്. എങ്ങനെ നമ്മൾ അറിയിക്കും? ആ അറിയിക്കുന്ന വിധത്തിൽ നമ്മൾ പെരുമാറാനാണ്. എങ്ങനെ അറിയിക്കണം എന്നുള്ളതാണ്. ശരണം പ്രാപിക്കലാണ് നമ്മൾ അറിയിക്കൽ എന്ന്. അപ്പോൾ അതാണ് തമേവ ശരണം ഗച്ഛ. പിന്നെ സർവഭാവേന ഭാരത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖവും തിരിക്കണം അങ്ങോട്ട്, കയ്യും കാണിക്കണം, നമ്മൾ ഒച്ചയും വെക്കണം. ഇങ്ങനെ എല്ലാം കൂടെ ആയി കഴിയുമ്പോഴാണ് അവിടെ സ്വിച്ചിൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾ നമ്മുടെ എന്താ അത് നിർത്ത്. അപ്പോൾ മനസ്സിലാവും ഈ നിർത്താൻ ആവശ്യപ്പെടുന്നു. അപ്പം അല്ലെങ്കിൽ എന്താ വിചാരിക്കുന്നത്? അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കറങ്ങുന്ന ആൾ വിചാരിക്കുന്നത് എന്താണ്? ഈ കറക്കുന്ന ആൾ വിചാരിക്കുന്നത് എന്താ? കറങ്ങുന്നവരിങ്ങനെ ആനന്ദിക്കുകയെന്ന് വിചാരിക്കുന്നത്. ഇവിടെ നിന്നുകൊണ്ട് അലമുറയിട്ട നിലവിളിക്കുകയാണെന്നുള്ളത് ചിലപ്പോൾ അവർ കേൾക്കണമെന്നില്ലല്ലോ, റേഞ്ചിൻ്റെ ശബ്ദം കാരണം. പക്ഷേ ഇത് നമ്മൾ അങ്ങോട്ടും തിരിഞ്ഞിട്ട് കയ്യും കാണിച്ച് മുഖമൊക്കെ നോക്കി കഴിയുമ്പം അപ്പോഴത്തേക്ക് ശ്രദ്ധ ആകർഷിക്കും. ഇതേമാതിരി ഭഗവാന്റെ ശ്രദ്ധ ആകർഷിക്കണമെന്നുണ്ടെങ്കിൽ തമേവ ശരണം ഗച്ഛ. ഭഗവാനെ ശരണം പ്രാപിക്കുക. സർവഭാവേന ഭാരത തത്പ്രസാദാത് പരാം ശാന്തിം. തസ്യ പ്രസാദാത്താണ് തത്പ്രസാദ. തസ്യ ഈശ്വരസ്യ പ്രസാദാത്. ഈശ്വരൻ്റെ പ്രസാദത്താൽ
പരാം ശാന്തിം, പരമായിട്ടുള്ള ശാന്തിയെ, സ്ഥാനത്തെ. ഇപ്പം ശാന്തിയെയും പ്രാപിക്കുന്നു, സ്ഥാനത്തെയും പ്രാപിക്കുന്നു. ഈ സ്ഥാനം മുമ്പേ പറഞ്ഞ വൈഷ്ണവ പദം തന്നെയാണ്. പരാം ശാന്തിം സ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം. അതാണ് ശാശ്വതം സ്ഥാനം. ശാശ്വതമായ സ്ഥാനത്തിനെ പ്രാപ്സ്യസി അർജുന. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി